കഴിഞ്ഞ 2024 MDC കിട്ടിയ രണ്ടുപേരാണ് നമ്മളിവിടെ ഉള്ളത്. ഒന്ന് നീതു, രണ്ട് മഞ്ജിമ. ഹലോ. ഹലോ. മഞ്ജിമയെ പറ്റി പറയുകയാണെങ്കിൽ ഓവർനൈറ്റ് കൊണ്ട് ഉണ്ടാക്കിയ സക്സസ് അല്ല അല്ലേ? ബ്രിക്ക് ബൈ ബ്രിക്ക് പതുക്കെ പതുക്കെ മുന്നിലേക്ക് വന്ന ഒരാളാണ് അല്ലേ? ഈ ഒരു ജേണി, ഈ ഒരു കൺസിസ്റ്റൻസിയോടെ വന്നതിൽ എന്താണ് മഞ്ജു പറയാനുള്ളത്? ഇനീഷ്യലി 3 ഇയർ അറൗണ്ട് എടുത്തിട്ടുണ്ട്. പക്ഷെ ആക്റ്റീവ്ലി കൺസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്തിട്ടുള്ള അറൗണ്ട് 1.5 ഇയേഴ്സ് ആണ്. അപ്പോൾ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് വർക്ക് കംപ്ലീറ്റ്ലി കൊടുക്കേണ്ട കാര്യമില്ല. പക്ഷെ ആ കൊടുക്കുന്ന വർക്ക് ചെറുതായാലും അത് ഡെയിലി അത് കൺസിസ്റ്റന്റ് ആയിട്ട് കൊടുത്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ എടുക്കുന്ന എഫേർട്ടിന് ഫലം ഉണ്ടാവും. ഇപ്പം നമ്മൾ പറഞ്ഞു വരികയാണെങ്കിൽ കൊല്ലത്ത് നിന്ന് മഞ്ജു ഇരുന്ന് തെയ്യാത്തൊരു ബെഞ്ചോ നടന്ന് തെയ്യാത്തൊരു പടിയോ ഇല്ല. അത്രത്തോളം കൺസിസ്റ്റൻസി മഞ്ജുമയ്ക്കുണ്ട്. സോ ആ ഒരു പവർ അതെവിടുന്ന് കിട്ടിയത് മഞ്ജുമയ്ക്ക്? നമ്മൾ എത്ര തന്നെ വർക്ക് ചെയ്താലും അവസാനം അറ്റ് ദ എൻഡ് നമുക്ക് കിട്ടും എന്നുള്ള നമ്മളോട് എത്തിച്ചേരും എന്നുള്ള ബിലീവ് നമുക്ക് ഉണ്ടാവണം. ഈ പ്രാവശ്യം NTS ക്രാക്ക് ചെയ്തതിൽ മാരീഡ് ആയിട്ടുള്ള ആൾക്കാരിൽ ഒരാളാണ് നീതു. അപ്പം ബാക്കി കുറച്ച് വ്യത്യസ്തമായ ഒരു സ്റ്റഡി റുട്ടീൻ ഒക്കെ ആയിരിക്കും അല്ലേ? അപ്പം നീതിന്റെ പ്രത്യേകത, അതായത് കല്യാണം കഴിഞ്ഞിരിക്കുന്ന 1 മാസം കഴിഞ്ഞപ്പോൾ ഹസ്ബൻഡ് ഡോട്ട്സ് അക്കാഡമി പഠിക്കാൻ കൊണ്ടാക്കിയ ഒരാളാണ്. അപ്പം നമുക്ക് ചോദിക്കാം നീതിനോട് എങ്ങനെയായിരുന്നു എന്നത്. അത് ശരിക്കും ഭയങ്കര കോമഡിയാണ്. കല്യാണം കഴിഞ്ഞ് ഏകദേശം കറക്റ്റ് 1 മാസം ആയപ്പോൾ, കല്യാണം കഴിഞ്ഞ ആ സമയം തൊട്ടേ പുള്ളി പറയുന്നുണ്ടായിരുന്നു അക്കാഡമി ഇങ്ങനെ എന്തെങ്കിലും SSC കോച്ചിങ്ങിന് പോവാന്നുള്ളത്. ആളുടെ ഒരു ഡ്രീം ആയിരുന്നു ഒരു സെൻട്രൽ ഗവൺമെന്റ് സർവീസിൽ ഇരിക്കണം എന്നുള്ളത്. പക്ഷെ പുള്ളിയുടെ ജോലി അങ്ങനെ കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് അത് പറ്റിയില്ലായിരുന്നു. അപ്പം പുള്ളി എങ്കിൽ പിന്നെ നിന്നിലൂടെ ആഗ്രഹം സാധിക്കും എന്ന് പറഞ്ഞാണ് സത്യം പറഞ്ഞാൽ എനിക്ക് താല്പര്യമില്ലായിരുന്നു. എന്നെ നിർബന്ധിച്ച് നീ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്, ഒരു കുറച്ചാൾ ക്ലാസ് അറ്റൻഡ് ചെയ്ത് നോക്ക്, ഇഷ്ടപ്പെട്ടില്ല നിനക്ക് പറ്റത്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഡ്രോപ്പ് ചെയ്യാം എന്ന് പറഞ്ഞിട്ടാണ് എന്നെ കറക്റ്റ് 1 മന്ത് ആയപ്പോഴത്തേക്കും അക്കാഡമിയിൽ വന്ന് ഞങ്ങൾ സാറിനെ വിളിച്ച് ചോദിച്ചത്, ഇബ്രാഹിം സാറിൻ്റെ അടുത്ത് വിളിച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ചു. അങ്ങനെ സാറാണ് ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞ് അങ്ങനെ അഡ്മിഷൻ എടുത്ത് വരുന്നത് തന്നെ. ഒരുപോലെ തന്നെ ഒരു ആസ്പിരന്റ്, ഒരു കുടുംബിനിയായ നീതുവിന് സത്യം പറഞ്ഞാൽ വീട്ടിൽ നിന്ന് പഠിക്കാൻ സമയം കിട്ടുന്നുണ്ടായിരുന്നു? ആക്ച്വലി എത്ര നേരം ഒരു ദിവസം പഠിക്കുമായിരുന്നു? ഞാൻ കൺസിസ്റ്റൻസി ഉണ്ടായിരുന്നു. പക്ഷെ ഈ പറഞ്ഞ കണക്ക് തുടങ്ങിയപ്പോഴത്തേക്കും ഞങ്ങളുടെ ഒരു ഹണിമൂൺ ഫേസ് കൂടി ആയതുകൊണ്ട് പഠിത്തത്തിൽ ആദ്യത്തെ എനിക്ക് തോന്നുന്നു 1 ഇയർ അടുപ്പിച്ചോളം എനിക്കത് കൺസിസ്റ്റൻ്റ് ആയിട്ട് അത് മാത്രമായിട്ട് ഫോക്കസ് ചെയ്യാനായിട്ട് എനിക്ക് പറ്റിയിട്ടില്ലായിരുന്നു. ഇങ്ങനെ റിലേറ്റീവ്സിൻ്റെ വീട്ടിൽ പോകണതാണെങ്കിൽ അങ്ങനത്തെ കുറേ കാര്യങ്ങളായിട്ട് എനിക്ക് ആദ്യത്തെ ഒരു 1 ഇയർ സ്റ്റഡീസ് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. പിന്നീട് അത് കഴിഞ്ഞ് എനിക്ക് തോന്നുന്നു ഒരു 1.5 ഇയേഴ്സാണ് കറക്റ്റ് ഞാൻ SSC ആയിട്ട് ഇരുന്നിട്ടുള്ളത്. സോ അതിൻ്റെ റിസൾട്ട് ഉണ്ട്. ആ ഒരു ടൈമിൽ ഇപ്പം പുള്ളിയാണെങ്കിലും ഭയങ്കര സപ്പോർട്ടാണ്. ഈ മോക്സ് ഒക്കെ എഴുതുമ്പോൾ മാർക്ക് കൂടുമ്പോൾ ഭയങ്കര മോട്ടിവേഷൻ. ഇപ്പോൾ 120 കയറുമ്പോൾ അല്ലെങ്കിൽ 140 കയറുമ്പോൾ അങ്ങനെ ഓരോ ബെഞ്ച് മാർക്ക് ക്രോസ് ചെയ്യുമ്പോൾ എനിക്ക് എന്തെങ്കിലും സർപ്രൈസ് ആയിട്ട് ഗിഫ്റ്റ് ഒക്കെ തരുമായിരുന്നു. അങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു എന്നെ മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് ഭയങ്കര സപ്പോർട്ടുമായിരുന്നു പുള്ളി. SSC ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് മോക്ക് എന്നുള്ള സാധനം. നമ്മൾ എത്രത്തോളം മോക്ക് എഴുതുന്നു അത്രത്തോളം നമ്മൾ ഇമ്പ്രൂവ് ആവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആദ്യമൊക്കെ നമ്മൾ SSCക്ക് ഇവിടെ അക്കാഡമിയിൽ വരുമ്പോൾ മിസ്സും അല്ല അക്കാഡമിയിൽ പ്രൊവൈഡ് ചെയ്യുന്ന മോക്കും അതിലുള്ള മിസ്സിന്റെ ഊക്കും അതൊക്കെ എത്രത്തോളം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്? മോക്ക് ഗ്രാജുവലി ആണ്. നമുക്കിപ്പോൾ മോക്ക് മാത്രം ചെയ്തത് കൊണ്ട് നമുക്ക് മാർക്ക് ഇൻക്രീസ് ആവത്തില്ല. ഇപ്പോൾ നമ്മളൊരു 3 മോക്ക് ചെയ്തിട്ട് ആ 3 മോക്കിൽ നമുക്ക് അറിയാൻ പറ്റും നമ്മുടെ വീക്ക് പോയിന്റ്സ് ഏതൊക്കെയാണ് നമ്മുടെ വീക്ക് ഏരിയാസ്. അപ്പോൾ ആ വീക്ക് ഏരിയാസ് നമ്മൾ കണ്ടുപിടിച്ച് അത് റെക്ടിഫൈ ചെയ്ത് ഇത് നമ്മൾ സ്ട്രോങ് ആക്കാം. അത് റിവൈസ് ചെയ്തിട്ട് മാത്രമേ അടുത്ത 4ാമതൊരു മോക്ക് എഴുതാൻ. അപ്പോൾ നമുക്ക് ആ ഒരു റൊട്ടീൻ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഗ്രാജുവലി നമ്മുടെ മാർക്സ് ഇപ്പം 110, 120, 140 അങ്ങനെ ക്രോസ് ചെയ്ത് വരുന്നതായിട്ട് നമുക്ക് തന്നെ കാണാം. നമ്മൾ ഈ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് നമ്മൾ കുറെ കാര്യങ്ങൾ സ്കിപ്പ് ചെയ്യും. നമ്മൾ ചിലപ്പോൾ ക്ലാസ് സ്കിപ്പ് ചെയ്യും, ഫുഡ് സ്കിപ്പ് ചെയ്യും, ഇഷ്ടമില്ലാത്ത പീരീഡ് സ്കിപ്പ് ചെയ്യും. അങ്ങനെ SSCയിലേക്ക് വരുമ്പോൾ നമുക്കത് ഭയങ്കര സ്കിപ്പിംഗ് എന്ന് പറഞ്ഞ ഡേഞ്ചറസ് ആയിട്ടൊരു കാര്യമാണ്. അപ്പോൾ എല്ലാ ക്വസ്റ്റിനും നമുക്ക് സ്കിപ്പ് ചെയ്യാൻ പറ്റത്തില്ല. നമ്മളൊക്കെ ആണെങ്കിൽ പറ്റുവാണെങ്കിൽ 100 ക്വസ്റ്റിനും സ്കിപ്പ് ചെയ്തിട്ട് എണീറ്റ് പോകും. അപ്പൊ അങ്ങനെ ഒരു സംഭവം പറ്റാതെ നമുക്ക് ഒരു സേഫ് സോണിൽ നിന്ന് എത്ര ചോദ്യം നമുക്ക് സ്കിപ്പ് ചെയ്യാൻ പറ്റും? സ്കിപ്പ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മുടെ ഷിഫ്റ്റ് അനുസരിച്ചിരിക്കും. എങ്കിലും നമുക്ക് കാൽക്കുലേറ്റീവ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ കാണുമ്പോൾ അത് നമുക്ക് ചെയ്ത് വരുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും ഇത് കാൽക്കുലേറ്റീവ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, നമുക്ക് കൂടുതൽ സമയം എടുക്കും. അപ്പൊ നമ്മൾ ആദ്യമേ സ്കിപ്പ് ചെയ്യും. അതായത് ഒരു മാത്സിലൊക്കെ ആണെങ്കിൽ മാക്സിമം ഒരു 3 എണ്ണം ഒക്കെ, അത്രയും ഹാർഡസ്റ്റ് ഷിഫ്റ്റ് ആണെങ്കിൽ മാത്രം ഒരു 3 എണ്ണം ഒക്കെ നമുക്ക്. അത് നമ്മൾ ഈ കാണുമ്പോൾ ക്വസ്റ്റ്യൻ നമ്മൾ ഈ പണ്ട് ക്രിക്കറ്റ് കളിക്കുന്ന സമയത്ത് എല്ലാ ബോളും നമുക്ക് അടിക്കാൻ ഉള്ളതല്ല, ചില ബോളൊക്കെ നമ്മൾ വിടാനുള്ളതാണ്. കാരണം അത് തൊട്ടാ പണിയാണ്. അപ്പൊ അങ്ങനെയുള്ള ചില ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇത് കാണുമ്പോൾ ഇത് തൊട്ട് കഴിഞ്ഞ് നമ്മുടെ സമയം പോകും, അല്ലെങ്കിൽ ഇത് കാൽക്കുലേറ്റീവ് ആണ്. ഈ ഒരു സാധനം പെട്ടെന്ന് ഒറ്റ നോട്ടത്തിൽ എങ്ങനെയെങ്കിലും കണ്ടാൽ മനസ്സിലാവും, അല്ലെ ഡിജിറ്റൽ സമോ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ട് നമ്മള് ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ ഡിജിറ്റൽ സമ്മോ അതായത് മൾട്ടിപ്പിളോ, അതായത് നമുക്ക് വാല്യൂ കാണുമ്പോൾ അറിയാം ഡെസിമൽ ആയിരിക്കും, ഇപ്പൊ ഓപ്ഷനും ഡെസിമൽ ആയിരിക്കും, അല്ലെങ്കിൽ ഇത് ഡെസിമൽ തന്നിട്ട് നിയറസ്റ്റ് ആൻസർ ആയിരിക്കും, എക്സാക്ട് ആൻസർ ആയിരിക്കത്തില്ല. അപ്പൊ അതൊക്കെ നമുക്ക് കാണുമ്പോൾ അതിന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഇത്
കാൽക്കുലേറ്റീവ് ആയിരിക്കും. ഈ ഉം. ക്വസ്റ്റ്യൻ നമ്മൾ ടൈം ഇൻവെസ്റ്റ് ചെയ്താൽ കിട്ടും. കൂടുതൽ സമയം നമ്മൾ അതിനകത്ത് പോകുന്നത് പക്ഷെ നമ്മളൊരു ചോദ്യം കിട്ടിയിട്ടേ പോവൂ എന്ന് അടങ്ങി അതിൽ തന്നെ ഇരിക്കുന്ന ആ, നല്ലതാണ്, സ്റ്റിക്ക് ഓൺ ചെയ്യുന്നത് നല്ലതാണോ? നല്ലതല്ല. അല്ല, നമ്മുടെ ആ ഈഗോ മാറ്റി വെച്ചില്ലെങ്കിൽ നമ്മുടെ മാർക്കും നമ്മുടെ സമയവും പോകും. നമ്മൾ ഓരോ ചോദ്യം പാസീവ് വൈസ് വരണം അല്ലേ, അടുത്തതിലേക്ക് വരണം. അതെ, ഇതിൽ നിന്ന് നല്ല ക്വസ്റ്റ്യൻ വേറെ ഉണ്ടാവും. ഉം. ഇതിൽ കൊടുക്കുന്ന ഇപ്പോൾ 2 മിനിറ്റ് അല്ലെങ്കിൽ 3 മിനിറ്റ് കൊണ്ട് നമുക്ക് ചിലപ്പോൾ വേറെ 3-4 ക്വസ്റ്റ്യൻസ് ചെയ്യാം. ഓക്കെ ഓക്കെ. നമ്മൾ ആ ഈഗോ കൊണ്ട് അവിടെ പോകുന്നത് ആ 3-4 ക്വസ്റ്റ്യൻ്റെ മാർക്ക്. അപ്പൊ ആ ഒരു ഇതിൽ ഇരുന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ SS തീർന്ന് 2 മാർക്കും കിട്ടി വീട്ടിൽ പോകേണ്ടി വരും അല്ലേ? തീർച്ചയായും. ഓ, അത്രേ ഉള്ളൂ. നമ്മുടെ അക്കാഡമിയിൽ എല്ലാവരും ഒരു പേടിച്ചിട്ടാണ് എബ്രാസാന്റെ ഫ്ലാഷ് ഫ്ലാഷ് ടെസ്റ്റ്. ടെസ്റ്റ്. സാറ് നമ്മൾ തൊട്ട് മുമ്പ് കഴിഞ്ഞ ഒരു ടോപ്പിക് ആയിരിക്കും. ആ. അപ്പൊ നമ്മൾ ആരും അറിയത്തില്ല. സാറാണെങ്കിൽ പെട്ടെന്ന് ഒരു ചെറിയ ബണ്ടിൽ ക്വസ്റ്റ്യൻ പേപ്പറുമായിട്ട് സാറ് ക്ലാസ്സിൽ വന്നുകൊണ്ടിരിക്കും. പെട്ടെന്ന് വന്ന ആ ക്വസ്റ്റ്യൻ എല്ലാവർക്കും കൊടുക്കണം അറിയാം, അയ്യോ ഫ്ലാഷ് ടെസ്റ്റ് ആണ്. അപ്പോൾ എല്ലാവർക്കും ഒരു ഭയങ്കര നെഞ്ചിടിപ്പാണതല്ലേ. അപ്പം ആ സമയത്ത് നമുക്കറിയാം ഏറ്റവും കൂടുതൽ പേടിക്കുന്ന ഒന്നാണ് ഫ്ലാഷ് ടെസ്റ്റ്. പക്ഷേ അത് നമ്മുടെ സെൽഫ് അസസ്മെന്റിന് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നായിരിക്കും. അപ്പൊ അത് ഫ്ലാഷ് ടെസ്റ്റ് കഴിഞ്ഞ് സാറ് തന്നെ അത് മാർക്ക് തരും. സാർ ശരിക്കും ഫയർ ചെയ്യും. അപ്പൊ അതെങ്ങനെയാണ് സ്വന്തമായിട്ടൊന്ന് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി അത് എത്രത്തോളം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഇതിനെ? അത് ആദ്യമൊക്കെ പറഞ്ഞൊക്കെ ഭയങ്കര പേടിയാണ്. സാറ് ഫ്ലാഷ് ടെസ്റ്റിന് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആയിട്ട് ക്ലാസ്സിൽ വരുമ്പോൾ തന്നെ എല്ലാവരും ഭയങ്കര ഹാർട്ട് ബീറ്റ് എല്ലാവരുടെയും കേൾക്കാൻ വെളിയില്ല, അത്ര പേടിയായിരുന്നു. അപ്പൊ ആദ്യമൊക്കെ സാറ് തന്നാൽ പോലെ നമുക്ക് ഒരു ടൈം ബൗണ്ട് ആയിട്ടായിരിക്കും, 10 മിനിറ്റ്സ് 20 മിനിറ്റ്സ് ആണ് ടൈം ബൗണ്ട് ആയിട്ട് ഇത്ര ക്വസ്റ്റ്യൻസ് അങ്ങനെ ആയിരിക്കും. നമ്മുടെ ടൈം സ്പീഡ് കൂട്ടാൻ വേണ്ടി അങ്ങനെ അതിന് വേണ്ടിയിട്ടായിരുന്നു ഫ്ലാഷ് ടെസ്റ്റ് സാർ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അപ്പൊ ആദ്യമൊക്കെ ഭയങ്കര പേടിയായിരുന്നു. ആദ്യമൊന്നും ഒരു 5 ക്വസ്റ്റ്യൻസ് പോലും ആ ടൈമിനുള്ളിൽ ചെയ്ത് തീർക്കാൻ പറ്റത്തില്ലായിരുന്നു. പക്ഷെ സാർ അങ്ങനെ ഒരുപാട് അങ്ങ് സാറ് വഴക്ക് പറയാൻ അങ്ങനെയൊന്നുമില്ല. ഇപ്പം വന്നിട്ട് എന്താ നിങ്ങളുടെ എന്താ പ്രശ്നം എന്ന് മനസ്സിലായോ, അങ്ങനെ സാർ ചോദിക്കുമായിരുന്നു. എങ്ങനെ അത് ഇമ്പ്രൂവ് ചെയ്യാവുന്ന ഐഡിയ ഉണ്ടോ എന്നൊക്കെ ചെയ്യുന്നത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, സാറ് ഞങ്ങളുടെ കൂടെ ബെഞ്ചിൽ വന്നിരുന്ന് ഞങ്ങളുടെ അടുത്ത് എൻ്റെ ബുക്കിലൊക്കെ സാറ് എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഡൗട്ട് ഉണ്ടെങ്കിലോ സാർ എൻ്റെ നോട്ടിൽ തന്നെ ചെയ്ത് സാർ കാണിച്ചു തന്നിട്ടുണ്ട്. സോ അതൊക്കെ അതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ ഒരു പേടി എന്നുള്ളതിനെക്കാട്ടി കൂടുതൽ എങ്ങനെയെങ്കിലും പഠിച്ചെടുക്കണം അങ്ങനത്തെ ഉള്ള ഒരു ഇതുണ്ടായിരുന്നു. അത് ഫ്ലാഷ് ടെസ്റ്റ് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. കൂടുതൽ ക്വസ്റ്റ്യൻസ് ടൈം ബൗണ്ട് ആയിട്ട് ചെയ്ത് തീർക്കാനും അതൊക്കെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ക്ലാസ് ചെയ്യുന്ന ആ ഒരു മോഡലിന്റെ ആ ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും സാർ ഫ്ലാഷ് ടെസ്റ്റിന് കൊണ്ടുവരുന്നത്. അപ്പോൾ നമുക്ക് അപ്പോഴായിരിക്കും മനസ്സിലാവുന്നത്, അയ്യോ നമ്മൾ ക്ലാസ്സിൽ ചെയ്തത് 2 ദിവസം മുമ്പ് ചെയ്താൽ എന്തുകൊണ്ട് വീണ്ടും ഒന്ന് റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതല്ലേ. അതങ്ങനെയാ. ചില ഓപ്ഷൻസ് ഒക്കെ കാണുമ്പോൾ നമുക്ക് ഓർമ്മ വരും, ചെയ്യാൻ അറിഞ്ഞൂടെങ്കില ഇത് സാറ് പഠിപ്പിച്ച ഓപ്ഷൻ ഇതാണെന്ന് ഇങ്ങനെ ഓർമ്മ വരും. പക്ഷെ നമ്മള് ചിലപ്പോ സാറിനെ പറ്റിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആ ഓപ്ഷൻ ചെയ്തിട്ട് കിട്ടിയില്ലല്ലോ ഓർമ്മയുള്ള ഓപ്ഷൻ വെച്ചിട്ടൊക്കെ കറുപ്പിച്ചൊക്കെ വെക്കുമായിരുന്നു. അങ്ങനെ പക്ഷെ എന്നാലും കുറച്ചും കൂടെ അത് അടുത്തതിൽ കുറച്ച് തനിയെ ഇങ്ങനെ ചെയ്തെടുക്കണം, ഇത്രയും സമയത്തിനുള്ളിൽ ചെയ്യണം എന്നുള്ളൊരു വാശി ഉണ്ടായിരുന്നു. ഓരോ ഫ്ലാഷ് ടെസ്റ്റിലും മാർക്സ് ഇമ്പ്രൂവ് ചെയ്യണം എന്നുള്ളൊരു വാശി ഉണ്ടായിരുന്നു. അത് എല്ലാവരും അതിനുവേണ്ടി ഇമ്പ്രൂവ് ചെയ്തതിന്റെ റിസൾട്ടും ഉണ്ടായിട്ടുണ്ട്. നമുക്ക് ഒരു ഒട്ടും പ്രിപ്പയർഡ് അല്ല, പെട്ടെന്ന് ഒരു എക്സാം എഴുതുമ്പോൾ ഒരു ടോപ്പിക്കിന് പെട്ടെന്ന് ഒരു ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ അത് എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്നുള്ളത് അവിടെ നിന്നല്ലേ മനസ്സിലായി തുടങ്ങിയത്. ഏതൊക്കെ ക്വസ്റ്റ്യൻസ് പെട്ടെന്ന് സ്കിപ്പ് ചെയ്ത് അടുത്തതിലോട്ട് എങ്ങനെ ഈസി ഉള്ളത് പെട്ടെന്ന് എങ്ങനെ ചെയ്ത് തീർക്കാം, അങ്ങനത്തെ ഉള്ള ഒരു ഐഡിയ ഒക്കെ കിട്ടിയത് ഫ്ലാഷ് ടെസ്റ്റ് എന്നാണ്. സാറ് തന്നെ എപ്പോഴും പറയാറില്ലേ, നമുക്ക് 100 ക്വസ്റ്റ്യൻ എല്ലാം ചെയ്യാൻ പറ്റിയെന്ന് വരത്തില്ല. ചില ക്വസ്റ്റ്യൻസ് ഭയങ്കര ട്രിക്കി ആയിരിക്കും. നമ്മൾ അത്രത്തോളം നമ്മളെ ഭയങ്കരമായി ടൈം കൺസ്യൂം ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ കാണും. അത് സ്കിപ്പ് ചെയ്യാൻ അറിയണം. അതൊരു ആർട്ട് ഓഫ് സ്കിപ്പിംഗ് എന്ന് സാറ് പറയാറില്ലേ. ആ സമയത്ത് നമ്മള് തമാശക്ക് പറയായിരുന്നു ആട്ടോ സ്കിപ്പിംഗ് ആണെങ്കിൽ ഫുൾ സ്കിപ്പ് ചെയ്യേണ്ടി വരുമെന്ന്. പക്ഷെ അതങ്ങനെ പറഞ്ഞെങ്കിലും പിന്നീട് നമുക്കത് മോക്സ് എഴുതി തുടങ്ങിയപ്പോൾ മനസ്സിലായി എന്തുകൊണ്ടാണ് സാർ അങ്ങനെ പറഞ്ഞത്, എവിടെയൊക്കെ ഏതൊക്കെ ഏരിയാസ് സ്കിപ്പ് ചെയ്യണം എന്നുള്ളൊരു ഐഡിയ ഒക്കെ കിട്ടി മോക്സ് കണ്ടിന്യൂസ് ആയിട്ട് എഴുതി തുടങ്ങിയപ്പോഴാണ്. പിന്നീട് ഒരു മോക്സ് എഴുതുന്നതനുസരിച്ച് നമ്മൾ ആദ്യത്തെ ഒരു 1 ടൈമിൽ എന്തൊക്കെ ചെയ്യാം, ഏതൊക്കെ സ്കിപ്പ് ചെയ്യാം എന്നുള്ളതൊക്കെ അത് മോക്സിലൂടെയാണ് ഇമ്പ്രൂവ് ആക്കിയത്. ഫ്ലാഷ് ടെസ്റ്റും അത് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. സ്കിപ്പ് ചെയ്യേണ്ട ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണെന്ന്, ആ ടൈം ബൗണ്ടിൽ ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ചെയ്യണം എന്നുള്ളൊരു ഐഡിയ തന്നത് ഫ്ലാഷ് ടെസ്റ്റ് ആയിരുന്നു. ആർട്ട് ഓഫ് സ്കിപ്പിംഗ് പോലെ ഇമ്പോർട്ടൻ്റ് ആണ് ആർട്ട് ഓഫ് എലിമിനേഷൻ അല്ലേ. അതെ, നമുക്ക് GK ഒക്കെ ആണെങ്കിൽ നമുക്ക് ഓപ്ഷനിൽ നിന്ന് എലിമിനേറ്റ് ചെയ്ത് എടുക്കേണ്ടി വരും ചില സമയത്ത്. കാരണം അത് 50-50 ചാൻസ് എടുക്കേണ്ട ചില സ്റ്റേജ് വരുന്നുണ്ട്. അപ്പോൾ അത് ഒരു നെഗറ്റീവ് വരാൻ സാധ്യത കുറച്ചുകൊണ്ട് എങ്ങനെ ആ ഒരു GK ക്വസ്റ്റ്യൻ 50-50 ചാൻസ് എടുക്കുന്നത്? MDSലാണെങ്കിൽ തന്നെയും GK-ക്കാണ് കൂടുതൽ വെയിറ്റേജ്, കൂടുതൽ GK-ക്കാണ്. അപ്പം ആദ്യമേ ബേസിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ എബ്രഹാം സാർ മിക്കപ്പോഴും പറയാറുള്ളതെന്ന് വെച്ചാൽ ആദ്യമേ നമ്മുടെ പോർഷൻസ് കവർ ചെയ്യുക. അതിനുള്ളിലുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് പുറത്തുനിന്ന് ചോദിച്ചാൽ പോലും നമ്മൾ പഠിച്ചത് വെച്ചിട്ട് നമുക്ക് പഠിച്ച സാധനം അല്ല ഇതെന്നുള്ളത് അങ്ങനെ നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് എല്ലാം കവർ ചെയ്ത് പഠിക്കണം എന്നുള്ളൊരു നമുക്കത് പറ്റത്തില്ല ആരെക്കൊണ്ടും അത്. അപ്പോൾ ഉള്ള കാര്യങ്ങൾ പഠിച്ച് പഠിച്ചതാണോ അതെന്നുള്ളത് നോക്കി എലിമിനേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ബേസിക് മെത്തേഡ്. പിന്നെ നമുക്ക് ചില ഓപ്ഷൻസ് ഒക്കെ കാണുമ്പോൾ നമ്മളുടെ ഒരു കോമൺ സെൻസ് ഒക്കെ വെച്ചിട്ട്
എലിമിനേഷൻ ഒരു രണ്ട് ഓപ്ഷനെങ്കിലും നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. ബാക്കി 2 50-50 എടുക്കാറുണ്ട്. അതെല്ലാം ചാൻസ് വെച്ചിട്ട് 50-50 എടുക്കാറുണ്ട്. എലിമിനേഷൻ ഈ ബാക്കി ഇപ്പൊ പഠിച്ചതിനകത്തു നിന്നുള്ളതല്ല ഇത്. അപ്പം മറ്റേതായിരിക്കും. അങ്ങനത്തെ ഒക്കെ ഉള്ള എലിമിനേഷൻ മെത്തേഡ് യൂസ് ചെയ്യാറുണ്ട്. നമുക്ക് ഈ പണ്ടൊക്കെ നമുക്ക് പറയുന്നൊരു പഴഞ്ചൊല്ലുണ്ട്, ഈ മുട്ടയിടുന്ന കോഴിക്ക് അതിന്റെ വേദന അറിയൂ എന്ന് നമ്മൾ പറയത്തില്ലേ. അപ്പൊ ആ ഒരു സമയത്ത് ഒരു റിയൽ എക്സാം എഴുതുന്ന ഒരാൾക്ക് നമുക്ക് എന്ത് പറയാൻ പറ്റും? ആ ഒരു എക്സാമിന്റെ ഒരു പ്രഷർ അറിയാൻ പറ്റും. ചുമ്മാ ഒരു കുറെ മോക്ക് എഴുതിയിട്ട് നമ്മൾ അവിടെ പോയിരുന്ന ആ പ്രഷർ അറിയാൻ പറ്റില്ല. ഇപ്പൊ എക്സാമിൽ ചെന്നിരിക്കുമ്പോൾ ആ ഒരു സ്ക്രീനിന്റെ ഫ്രണ്ടിൽ ഇരിക്കുന്ന മണിക്കുട്ടി ഓടി തുടങ്ങുന്നത്, ആ ഒരു സമയത്ത് നമുക്ക് ആ ഒരു പ്രഷർ ഹാൻഡിൽ ചെയ്യും. എങ്ങനെ ആ പ്രഷർ ടാക്കിൾ ചെയ്യും, അല്ലെങ്കിൽ ആ പ്രഷർ എങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും? എനിക്ക് ഭയങ്കര പാനിക് അറ്റാക്ക് പെട്ടെന്ന് വരുന്ന ഒരാളാണ് ഞാൻ. ഉം. എനിക്ക് ഈ എക്സാം ഹാളിൽ ചെന്നിരിക്കുന്നത് വരെ എനിക്ക് ഒരു പ്രശ്നവും കാണാറില്ല. അവിടെ ചെന്ന് ഈ അനൗൺസ്മെന്റ് ചില സമയത്ത് ഒരു അനൗൺസ്മെന്റ് ഒക്കെ ചെയ്ത് ഭയങ്കരമായിട്ട് നമുക്ക് ഒന്നും കൂടെ ടെൻഷനാക്കി കളയും ഈ ചില പെർട്ടിക്കുലർ എക്സാം സെന്റേഴ്സ്. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് ഭയങ്കര ഈ ടൈമർ ഫസ്റ്റ് ഒരു ഇനിഷ്യൽ ഒരു 5 മിനിറ്റ് എനിക്ക് എൻ്റെ മൈൻഡിലേ ആയിരിക്കത്തില്ല. ഞാൻ ചെയ്യുന്നതൊന്നും എൻ്റെ കയ്യിലായിരിക്കത്തില്ല. അത് ഇപ്പോഴും എനിക്ക് ആ ഒരു പക്ഷെ പ്രശ്നം ആ സമയത്ത് 4-3-7 തന്നെ നമുക്ക് ഉറപ്പാണ്, ഇല്ല. കൈയും കാലം എടുത്ത് കൂട്ടണം. എന്തെങ്കിലും ലോങ് മൾട്ടിപ്ലിക്കേഷൻ ഒക്കെ ഉണ്ടെങ്കിൽ കിട്ടത്തില്ല. എനിക്ക് 2-3 തവണ ചെയ്യേണ്ട ഇൻസ്റ്റൻസ് വരെ വന്നിട്ടുണ്ട്. ഉം. പക്ഷെ അത് എനിക്ക് തോന്നുന്നു ഇപ്പം മോക്ക് കുറെ എഴുതി. ഇപ്പം ഡെയിലി തന്നെ ഈ ടയർ 2 സമയമൊക്കെ ആയപ്പോഴത്തേക്കും ഡെയിലി 2 മൂക്ക് 3 മൂക്കൊക്കെ എഴുതാൻ പറ്റുമെങ്കിൽ എഴുതാന്ന് കരുതി. കാര്യം എക്സാം പ്രഷർ ഒന്ന് കുറയ്ക്കാൻ അങ്ങനെയൊക്കെ ചെയ്ത് നോക്കി. അത് എത്ര പക്ഷെ ചെയ്താലും ആ സ്ക്രീൻ ആ, ഒരു ഇത് കിട്ടില്ല. ഇപ്പൊ ലാസ്റ്റ് ടയർ 2 എക്സാം ആണെങ്കിൽ പോലും എന്റെ മെയിൻ പ്രശ്നം എക്സാം പ്രഷർ ആയിരുന്നു. ആ ഉം. സമയത്ത് മാത്സ് ഒന്നും എനിക്ക് അത്ര ഞാൻ വിചാരിച്ച പോലൊന്നും എനിക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ല. അത് ഭയങ്കര ഒരു പ്രശ്നമാണ്. അത് പക്ഷെ ഓരോ ആസ്പിരന്റിനും അത് ഭയങ്കര ഒരു പ്രശ്നമാണ്. നമ്മുടെ മാത്രം ശരിയാവുന്ന ഒരു സമയമായിരിക്കില്ല. അതെ അതെ അതെ. ഓക്കെ. അപ്പം നമുക്ക് ഈ ചില സമയം നമുക്ക് ഈ ഓപ്ഷൻ നമുക്ക് കിട്ടുന്ന ഓപ്ഷൻ ആ ഓപ്ഷനിൽ പോയിട്ടല്ല പഞ്ചായത്തിൽ പോലും കാണത്തില്ല. ആ ഒരു സമയം ആ ഒരു പ്രഷർ അപ്പൊ അനുഭവിക്കുമ്പോൾ എങ്ങനെയാണ് നിങ്ങൾ ഫേസ് ചെയ്യുന്നത്? ഞാൻ കൂടുതൽ അങ്ങനെയൊക്കെ ഉള്ള സമയത്ത് എന്തെങ്കിലും മൾട്ടിപ്പിൾ വെച്ചെങ്കിലും അറ്റൻഡ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് നോക്കും. ആൻസർ ടൈം ഇല്ല അങ്ങനെയുള്ള സമയത്ത് ചെയ്ത് കിട്ടുന്ന ആൻസറുമായിട്ട് ഒരു ബന്ധമില്ലെങ്കിൽ ഞാൻ കൂടുതലും എന്തെങ്കിലും മൾട്ടിപ്പിൾസ് വെച്ച് ആൻസർ ചെയ്യാൻ പറ്റുമോ എന്നാണ് കൂടുതലും നോക്കാറുള്ളത്. അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. ജികെക്കൊക്കെ നിങ്ങൾ എന്താണ് ചെയ്യാറുള്ളത്? ജികെക്കൊക്കെ ജി കെ എനിക്കും മഞ്ജുഷിക്കും 2 ഡിഫറെന്റ് സ്ട്രാറ്റജിയാണ്. ഞങ്ങൾ ഒരേപോലെ അല്ല മനുഷ്യനെ പറ്റി പറയാൻ നമ്മൾ അത് പറയണം. ഒറ്റയ്ക്ക് വന്നിട്ട് അഥവാ ഒരു കൂട്ടത്തിലില്ലാതെ ഒറ്റയ്ക്ക് വന്ന് ഇതിന് പഠിച്ച് പോയ ഒരാളാണ്. ആ ഒരു കൂട്ടം ഒറ്റയ്ക്കാണെങ്കിൽ ഒറ്റയ്ക്ക് അങ്ങനെ വന്ന് പോയി പഠിച്ച ഒരാളാണ്. എന്ത് പറ്റി അങ്ങനെ സ്ട്രാറ്റജി ഉപയോഗിക്കാൻ? ഇതിപ്പോ കമ്പൈൻ സ്റ്റഡി എന്ന് പറയുന്നത് ഹൈലി സബ്ജക്റ്റീവ് ആണ്. ഉം. അപ്പൊ എല്ലാവർക്കും കമ്പൈൻ സ്റ്റഡി ഒരേപോലെ ഫോളോ ചെയ്യാൻ പറ്റണമെന്നില്ല. എന്ന് വെച്ചാൽ നമ്മുടെ വീക്ക് പോയിന്റ്സ് ആയിരിക്കത്തില്ല നമ്മുടെ ഗ്രൂപ്പിലുള്ള ആൾക്കാർക്ക്. അതെ. അപ്പൊ അവരുടെ സ്ട്രോങ് പോയിന്റ്സ് നമുക്ക് അങ്ങനെ വേരിയേഷൻ വരുമ്പോഴത്തേക്ക് നമുക്ക് തന്നെ അറിയാം നമുക്ക് ഇന്ന കാര്യങ്ങൾ അറിയത്തില്ല, ഇന്ന പോർഷൻ നമ്മുടെ വീക്കാണ്. ഉം. അപ്പോഴത്തേക്കും അപ്പൊ നമ്മള് ആ പോർഷൻസ് ഫോർട്ടിഫൈ ചെയ്യാൻ വേണ്ടി നോക്കും. ഓക്കെ. പിന്നെ ഉള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇംഗ്ലീഷ് വൊക്കാബ് എന്ന് പറയുന്നത് കമ്പൈൻ സ്റ്റഡി ആണ്. ഞാൻ അതിനകത്താണ് ഏറ്റവും ആക്റ്റീവായിട്ട് പങ്കെടുത്തിട്ടുള്ളത്. ഉം. അത് ഇംഗ്ലീഷ് വൊക്കാബ് ഭയങ്കര എഫക്റ്റീവ് ആണ് കമ്പൈൻ സ്റ്റഡി. പക്ഷെ ബാക്കിയുള്ള സബ്ജക്റ്റ് തന്നെയാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. മഞ്ജുഷെ പറ്റി മഞ്ജുഷ ഒറ്റയ്ക്ക് വന്നിരുന്ന് പഠിച്ച ഒരാളാണ്. അതുപോലെ തന്നെ നമ്മളിപ്പം നമ്മുടെ ഗ്രൂപ്പ് എന്നുവെച്ചാൽ നമ്മളിരുന്ന് നമ്മളോട് എത്ര പേരുണ്ടോ അവരുടെ ടോട്ടൽ ആവറേജ് ആയിരിക്കും നമ്മളെന്ന് പറയുന്നത്. അവർക്ക് എത്ര കഴിവുണ്ടോ അതേ നമ്മുടെ കിട്ടും. അത് കൂടുതലോ കുറവൊന്നും കിട്ടാൻ പോകുന്നില്ല. അപ്പം ഇരുന്ന് പഠിച്ച ആ ഒരു ഗ്രൂപ്പ് ഉണ്ടല്ലോ, നിങ്ങളുടെ ഗ്രൂപ്പിൽ എത്രത്തോളം എഫക്റ്റീവ് ആയിരുന്നു നിങ്ങൾ പഠിച്ചത്? ഗ്രൂപ്പ് സ്റ്റഡി ഭയങ്കര എഫക്റ്റീവ് ആയിരുന്നു എനിക്ക്. ഉം. കാര്യം എനിക്ക് തോന്നുന്നു ഞങ്ങളുടെ ബാച്ചില് കുറച്ച് ആൾക്കാര് കുറെ പേര് പോയി. പിന്നെ എന്നാലും കുറച്ചൊരു 6-7 പേര് ഒരുമിച്ചിരുന്ന് എങ്ങനെങ്കിലും ഇത്തവണത്തെ ഈ ഒരു ഇതില് എല്ലാവരും ഏതെങ്കിലുമൊക്കെ പോസ്റ്റ് കയറണം എന്നുള്ളൊരു വാശി എല്ലാവർക്കും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഭയങ്കര എഫക്റ്റീവ് സ്റ്റഡി ആയിരുന്നു. GKക്കും ഇംഗ്ലീഷിനും വേണ്ടി ഗ്രൂപ്പ് സ്റ്റഡി ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. GK ഇപ്പം ഓരോ സബ്ജക്ട് ബൈ സബ്ജക്റ്റ് ആയിട്ട് തീർക്കുമ്പം നമ്മളിപ്പം ഏതെങ്കിലും ഒരു സോഴ്സ് എടുത്തിട്ടായിരിക്കും അത് പഠിക്കുന്നത്. മിക്കപ്പോഴും ഡോട്ട്സിന്റെ തന്നെ GK ഈ സ്റ്റാറ്റിക് GKക്ക് വേണ്ടിയിട്ട് ഡോട്ട്സിന്റെ തന്നെ ഒരു ബുക്കുണ്ട്. അത് ഞങ്ങൾ കൂടുതൽ അത് ആദ്യമേ തീർത്തിട്ടുണ്ട്. പിന്നെ സാറിന്റെ തന്നെ ഹിസ്റ്ററി നോട്ട്സ്, ജോഗ്രഫി നോട്ട്സ് അതെല്ലാം നമ്മൾ അവിടെ വെച്ച് തന്നെ കമ്പൈൻ സ്റ്റഡി ആയിട്ട് പഠിക്കുന്നു. പിന്നീട് ആ വർഷം നടന്ന എക്സാംസിന്റെ ഒക്കെ ക്വസ്റ്റ്യൻസ് എടുത്ത് അത് വർക്ക്ഔട്ട് ചെയ്ത് അതൊക്കെ ഒരു ഗ്രൂപ്പിലിരുന്ന് പഠിച്ചതുകൊണ്ടാണ് അത് കുറച്ചും കൂടെ എഫക്റ്റീവ് ആയിട്ട് കിട്ടാൻ സാധിച്ചത്. കാര്യം നമ്മൾ ഗ്രൂപ്പിലിരുന്ന് പഠിക്കുമ്പോൾ ഒരു ബെനിഫിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ബോറിംഗ് അങ്ങനെ ഒരു
ഒരു ഡൗട്ട് വന്നാൽ നമുക്ക് പെട്ടെന്ന് ക്ലിയർ ചെയ്യാൻ പറ്റും. ഒരു ഗ്യാപ്പ് അത് പറഞ്ഞു തരാൻ തന്നെ അപ്പോഴും അപ്പോൾ തന്നെ ഒരാൾ കാണും. അത് അതിനുവേണ്ടി പിന്നത്തേക്ക് മാറ്റി വെക്കേണ്ട ഒരു ആവശ്യമില്ല. ഗ്രൂപ്പിൽ ആർക്കെങ്കിലും അതിനെ പറ്റിയിട്ട് ഒരു അറിവ് ഉണ്ടായിരിക്കും. അപ്പം അല്ലെങ്കിൽ എല്ലാവരും ഡിസ്കസ് ചെയ്തത് കണ്ടിരിക്കും. അത് അപ്പോൾ തന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അവിടെ വെച്ച് തന്നെ സോൾവ് ചെയ്ത് അപ്പം തന്നെ എല്ലാവരും കൂടെ പഠിച്ച്, പിന്നെ അതല്ല അങ്ങോട്ടും ഇങ്ങോട്ടും ജോക്സ് ഒക്കെ പറഞ്ഞ് അതൊരു റിഫ്രഷിങ് ആയിരിക്കും ആ ഒരു സെക്ഷൻ തന്നെ. അപ്പൊ നമുക്ക് ഒരിക്കലും ഒരു മടുപ്പ് തോന്നത്തില്ല, അതെ എക്സോസ്റ്റഡ് ആവത്തില്ല. ഒരു കണ്ടിന്യൂസ് സ്ട്രെച്ച് ഇരുന്ന് ഞങ്ങൾ 1 to 3 hours ഒക്കെ കണ്ടിന്യൂസ് ആയിട്ടിരുന്ന് ജി കെ ഒക്കെ പഠിച്ചു, ജി കെ ഇംഗ്ലീഷ് ഒക്കെ പഠിക്കുമായിരുന്നു. ഇങ്ങനെ കണ്ടിന്യൂസ് ഇരിക്കുകയാണെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും ഉറക്കം വരും. അതെ എനിക്കൊരു 3 മണിക്കൂർ കൂടുതൽ ഒറ്റയ്ക്ക് ഒറ്റ സ്ട്രെച്ച് ഇരിക്കാൻ പറ്റത്തില്ല. പക്ഷെ ഡോട്ട്സിൽ വന്നു കഴിഞ്ഞാൽ രാവിലെ ഒരു 9:30 കയറുന്ന ഞങ്ങൾ ഒരു 5 മണി വരെ കണ്ടിന്യൂസ് പഠിത്തം. ഇപ്പൊ ഈ ലാസ്റ്റ് ഒക്കെ കുറച്ച് ഈ ഒരു 1 year ഒക്കെ ആയിട്ട് അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്ത് പോകുന്നുണ്ട്. അതിന്റെ റിസൾട്ടും എല്ലാവർക്കും ഉണ്ടായിരുന്നു. നമ്മൾ ഈ ഇരുന്ന് പഠിക്കുക എന്ന് പറയുന്നത്, അപ്പം നമ്മൾ പഠിക്കുക അതിനെക്കാട്ടി ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ എവിടെ ഇരുന്ന് പഠിക്കുക എന്നുള്ളത്. നമുക്ക് നല്ലൊരു അറ്റ്മോസ്ഫിയർ കിട്ടുക, അല്ലെങ്കിൽ നമുക്ക് ആ ഒരു ഫ്രണ്ട്സ് കിട്ടുക, അല്ലെങ്കിൽ നമ്മൾക്ക് ഒരു നല്ലൊരു ഫാക്കൽറ്റി കിട്ടുക. ആ ഒരു കാര്യത്തിൽ ഡോട്ട്സ് എന്ന് പറയുന്നത് എത്രത്തോളം നല്ലതാണ്? അത് എടുത്തു പറയേണ്ടതാണ്. ഡോട്ട്സ് അക്കാഡമി എനിക്ക് തോന്നുന്നില്ല വേറെ ഏതെങ്കിലും അക്കാഡമി ഇങ്ങനെ ഒരു മിക്ക അക്കാഡമീസും ഒരു 1 year കോഴ്സ് കഴിയുമ്പോഴത്തേക്ക് അതോടുകൂടി തീർന്ന് അങ്ങനത്തെ ഒരു അത് കഴിയുമ്പോൾ പിള്ളേർ പിന്നെ അവരുടേതായിട്ടുള്ള രീതി പഠിക്കുന്നു, അങ്ങനെയാണ്. പക്ഷെ ഡോട്ട്സ് അക്കാഡമി അവിടെയാണ് ഭയങ്കര ഞങ്ങൾ തന്നെ ഇടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പറയാറുണ്ട്, ഇങ്ങനെ ഇവിടെ ആയതുകൊണ്ടാണ് നമ്മൾ ഇപ്പോഴും ഇങ്ങനെ ഇരുന്ന് പഠിക്കുന്നത്. നിലവിൽ മറ്റ് അക്കാഡമികളായാലും നമ്മൾ ഒരു 5 മാസം അല്ലെങ്കിൽ 1 വർഷം കഴിയുമ്പോൾ നമ്മളെ പൈസ വാങ്ങിക്കുക, അല്ലെങ്കിൽ മറ്റുള്ള കുത്തി പറയാ, അങ്ങനെയൊക്കെയുള്ള പരിപാടികളുണ്ട്. എബ്രാം സാർ നിനക്ക് ഓർമ്മ നമ്മൾ കയറുമ്പോൾ തന്നെ സാർ പറയുന്നത്, നിങ്ങൾ ഒരു 2-3 വർഷം നിങ്ങൾ കൺസിസ്റ്റന്റ് ആയിട്ട് ഇവിടെ തന്നെ ഇരുന്ന് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ അഷ്വർ ചെയ്യാം ജോലി കിട്ടിയിട്ടേ നിങ്ങൾ പോകത്തുള്ളൂ. പക്ഷെ അല്ല, നിങ്ങൾ എന്തെങ്കിലും ബ്രേക്ക് ചെയ്ത് ഇനിയിപ്പോൾ വീട്ടിൽ ഇരുന്ന് പഠിക്കാമെന്ന് തീരുമാനം എടുത്താൽ നിങ്ങളെ കൊണ്ട് ഒരിക്കലും അത് കണ്ടിന്യൂ ചെയ്ത് പോകാൻ പറ്റത്തില്ല. നിങ്ങൾക്ക് അതിന് കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റത്തില്ല. സാറ് ഞങ്ങൾ ബിഗിൻ ചെയ്ത സമയത്തെ പറയുമായിരുന്നു. ഞങ്ങള് കുറച്ച് പേര് അത് ഇപ്പോഴും ഫോളോ ചെയ്യും. ഇവിടുന്ന് ഇറങ്ങുമ്പോൾ ജോലിയായിട്ടേ ഇറങ്ങത്തുള്ളൂ അങ്ങനെ ഒരു മെന്റാലിറ്റി ഉണ്ട്. ഇപ്പം വേറെ അക്കാഡമിയിലൊക്കെ പിള്ളേർ ചോദിക്കും, നിങ്ങൾ ഇപ്പോഴും കോഴ്സ് കഴിഞ്ഞിട്ട് ഇപ്പൊ കുറച്ച് നാളായില്ലേ, അപ്പം ഇപ്പോഴും ഇരുന്ന് പഠിക്കുമ്പോൾ അവിടെ നിങ്ങൾ ഫീസ് എക്സ്ട്രാ കൊടുക്കുന്നുണ്ടോ? അതെ, അങ്ങനെയൊക്കെ ചോദിക്കാൻ വേറെ അക്കാഡമിയിലെ പിള്ളേരൊക്കെ ചോദിക്കാറുണ്ട്. പക്ഷെ അവിടെ ഈ മിസ്സാണെങ്കിലും സാറാണെങ്കിലും അങ്ങനെ ഇടയ്ക്ക് വന്നിട്ട് എങ്ങനെയുണ്ട്, പഠിത്തമൊക്കെ നന്നായിട്ട് പോകുന്നുണ്ടോ, എങ്ങനെ നിങ്ങളുടെ സ്ട്രാറ്റജി എങ്ങനെ, അങ്ങനെയൊക്കെ ചോദിക്കുന്നതല്ലാതെ ഇതുവരെ അവര് നമ്മളെ ഡിമോട്ടിവേറ്റ് ചെയ്യുന്ന കണക്കൊന്നും ഉള്ളിലുണ്ടെങ്കിൽ പുറത്ത് പറയൂല. അങ്ങനെയല്ല, അവര് ഭയങ്കര സപ്പോർട്ടീവ് ആണ്. എങ്ങനെങ്കിലും ഇവിടുന്ന് പോകുമ്പോ ഇത്തവണ മേടിച്ചിട്ട് പോകണം, എല്ലാവരും ഒരുമിച്ച് ഇവിടുന്ന് ജോലിയായിട്ട് പോകണം, അങ്ങനത്തെ അവർക്ക് ആരും വെറും കൈയോടെ പോകരുത്. അതെ അതെ. കോമ്പറ്റീവ് എക്സാമിന് പഠിക്കുന്ന നിങ്ങൾ മാത്രമല്ല, എല്ലാവരും നേരിടുന്നൊരു വലിയ പ്രശ്നമാണ് നാട്ടുകാർ ചോദിക്കുന്നത്. എന്നും നമ്മൾ അക്കാഡമി പോകാനായിട്ട് ഇറങ്ങുമ്പോഴേ രാവിലെ ചോദിക്കും, ഒന്നും ആയില്ലേ, ഇത്ര നാളുകൊണ്ട് പഠിക്കുന്നില്ലേ, ജോലി ആയില്ലേ, പഠിച്ചു കഴിഞ്ഞില്ലേ. അതെ അതെ, ആൾക്കാരുടെ ഒക്കെ വിചാരം ഇതൊരു 1 year കോഴ്സാണ്, അത് കഴിഞ്ഞ ഉടനെ ജോലി കിട്ടും. ഇപ്പോഴും SSC എന്നുള്ളത് PSC പോലെ അത്ര എസ്റ്റാബ്ലിഷ്ഡ് അല്ല നമ്മുടെ ഈ ഒരു സൊസൈറ്റിയിൽ. അപ്പം എല്ലാവരും വിചാരിക്കുന്ന ഒരു 1 year കോഴ്സ് കഴിഞ്ഞ് ജോലിക്ക് ഡിപ്ലോമ കോഴ്സ് കണക്കാണ്, അത് കഴിയുമ്പോൾ ജോലി, അങ്ങനത്തെ ഉള്ളൊരു തോട്ട് ഇപ്പോഴും ഉള്ള ആൾക്കാരുണ്ട്. അപ്പോൾ നമ്മൾ ഈ സ്ഥിരം പോണ ബസ്സിലൊക്കെ സ്ഥിരം ആൾക്കാർ അപ്പോൾ കുറേയൊക്കെ ആയപ്പോഴത്തേക്ക് ചോദിച്ചു തുടങ്ങി, എന്തിനാ പഠിക്കുന്നത്, ഇത് ജോലി ഇത്തവണയാവോ അതോ ഇനിയും വർഷങ്ങളുണ്ടോ പഠിക്കാനുള്ള, ലിസ്റ്റിലായില്ലേ, അത് ചോദിക്കാറുണ്ട്. നമ്മളിനി എത്രയൊക്കെ പറഞ്ഞാലും ചിലർ വന്ന് വീണ്ടും നമ്മൾ ചോദിക്കും, മോനെ ഒന്നും ആയില്ലേ, ഒന്നും കിട്ടിയില്ലേ, പുറത്തൊന്നും പോകുന്നില്ല, ഇത് തന്നെ ട്രൈ ചെയ്യണോ, മോനെ 2 കിഡ്നി ഇല്ലേ, 1 കിഡ്നി വിറ്റുകൂടെ, ഇങ്ങനെ കുറേ ചോദ്യങ്ങൾ നമ്മൾ എപ്പോഴും ഫേസ് ചെയ്യേണ്ടി വരും. അപ്പൊ ആ ഒരു ചോദ്യങ്ങളൊക്കെ എങ്ങനെ ഒന്ന് ഓവർകം ചെയ്യാൻ പറ്റും? ഓവർകം ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് കൃത്യമായിട്ട് ഇപ്പം മറുപടി കൊടുക്കുക. അപ്പം നമ്മള് ഇപ്പൊ കഴിഞ്ഞില്ല, നമ്മൾ ജോലി കിട്ടുന്നവരാണ് പഠിക്കുന്നത്. അല്ലാതെ ഇതൊരു 3 year ഇങ്ങനെ ഡ്യൂറേഷൻ ഉള്ള കോഴ്സിനല്ല നമ്മൾ ജോയിൻ ചെയ്തേക്കുന്നത്. എല്ലാവരും വിചാരിക്കുന്നില്ല PSC പോലെ ഇപ്പൊ നമ്മള് ലിസ്റ്റിൽ ഇപ്പൊ 2 ആഴ്ച കൂടുമ്പോ ലിസ്റ്റിലായോ എന്ന് ചോദിക്കുന്ന നൈബേഴ്സ് പോലും എനിക്കുണ്ട്. അപ്പൊ അവരോടൊക്കെ നമുക്ക് ഇപ്പൊ ഒരു റിസൾട്ട് കിട്ടിയപ്പോ അവരുടെ വായൊക്കെ അടഞ്ഞാണ് അല്ലേ? തീർച്ചയായും മഞ്ജുഷ രാവിലെ ഇത് കിട്ടിയോളോ എന്ന് ചോദിക്കാനായിരിക്കും. ഇപ്പൊ അവരുടെ മുഖത്തൊരു ഇലിഞ്ഞ ചിരി കാണും. ആ ചിരി കാണുമ്പോ എന്താ മഞ്ജുഷ തോന്നുന്നത്? സന്തോഷം, ഹാപ്പിനെസ്. എന്നുവെച്ചാൽ കുറെ നാളത്തെ കഷ്ടപ്പാട്, കുറെ നാളത്തെ ഉറക്കമില്ലാത്ത രാത്രികള്, ഫ്രസ്ട്രേഷന്, ടെൻഷന്, ഡിപ്രഷന്, ഇതൊക്കെ കഴിഞ്ഞ് ഒരു ദിവസം എന്ന് വെച്ചാൽ ഇത്രയും നാള് നമ്മൾ നീന്തി കടന്ന നദി അപ്പുറത്ത് കയറിയപ്പോ കിട്ടുന്ന ഒരു ഹാപ്പിനെസ് ഉണ്ടല്ലോ. അപ്പം ആ ഒരു ഇപ്പൊ സമാധാനം ഉറങ്ങാൻ പറ്റുന്നുണ്ടോ? അത് മാത്രം അറിഞ്ഞാൽ മതി. സമാധാനം, അലാറം വെക്കാതെ നമുക്ക് ഒരു ദിവസം എണീക്കാൻ പറ്റുന്നുണ്ട്. അതല്ല ഏറ്റവും വലിയ സന്തോഷം. ഒരു ടെൻഷനും ഇല്ല, ഫ്രസ്ട്രേഷനും ഇല്ല. രാത്രി കിടക്കുമ്പോൾ കണ്ണടയ്ക്കുമ്പോൾ ഉറങ്ങാൻ പറ്റുന്നുണ്ട് അല്ലെ? തലയിൽ ഇത്രയും നാൾ ഇരുന്നൊരു ഭാരം അതങ്ങ് എടുത്ത് മാറ്റി വെച്ച്, അല്ലെങ്കിൽ ഇനി ഒരു ലൈഫിൽ ഈ ഒരു സ്ട്രഗ്ലിംഗ് പീരീഡ് അങ്ങ് പോയി കിട്ടി. അറ്റ്ലീസ്റ്റ് ഇപ്പോ നമുക്ക് നിൽക്കാനൊരു
അതാ ഒരു സമാധാനം. ഇപ്പം പീസ്ഫുൾ. ഇപ്പം നമ്മളിപ്പം രണ്ടുപേരും ഡോട്ട്സിൽ ആരുടെ ആണെങ്കിലും അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നത് CGL ആണ്. അപ്പം CGL പ്രിപ്പറേഷൻ ചെയ്യുമ്പോഴത്തേക്ക് ഒരു സമാധാനത്തിൽ ഇപ്പം ഒരു പ്ലേസ് എന്നുള്ള രീതിയിൽ അത് അങ്ങനെ ഒരു അതുകൊണ്ട് ഇപ്പൊ പഠിക്കുമ്പോൾ തന്നെ അതിനൊരു വ്യത്യാസമുണ്ട്. നമ്മൾ കുറച്ചുകൂടെ കാമാണ്, പീസ്ഫുൾ ആണ്. നമുക്ക് ആൾറെഡി അറിയാം, നമുക്ക് ആൾറെഡി ഒരെണ്ണമുണ്ട്, ഉണ്ട്. നമുക്ക് നേരത്തെ നിൽക്കക്കള്ളി ഇല്ലാത്ത അവസ്ഥയാന്ന് പറയില്ലേ, അതായിരുന്നു. ഇപ്പൊ നമുക്ക് നിൽക്കാൻ ഒരു സ്ഥലമുണ്ട്. ടു ബി ഓണസ്റ്റ്, ഇപ്പൊ ഞാൻ ചോദിച്ചാലും തിരിച്ച് മറുപടി പറയാൻ പറ്റും. ഇപ്പൊ ഇങ്ങനെ ഒരു മഞ്ജുഷ രാവിലെ എന്നോട് പറഞ്ഞായിരുന്നു, എടാ ഇന്ന് ഞാൻ ഭയങ്കര കോൺഫിഡന്റ് ആയിട്ട് വെളിയിലോട്ട് ഇറങ്ങി നിന്ന് അത്. പക്ഷെ അതിന് ആവശ്യം എന്നിട്ട് ജോലി കിട്ടിയിട്ടുണ്ടെന്നായിട്ട് അറിഞ്ഞോണ്ടായിരിക്കും എന്നോട് ആരും ചോദിക്കുന്നില്ല. അല്ലെ ഞാൻ അക്കാഡമി പോകാനായിട്ടൊന്ന് ഇറങ്ങുമ്പോൾ എന്നോട് ചോദിക്കും ജോലിയായില്ല. അതുകൊണ്ട് തന്നെ മഞ്ജുഷ ഇടയ്ക്ക് ഡോട്ട്സിലെ ഒരു മാവേലി ആയിരുന്നു വെച്ചാൽ ആൾക്കാരുടെ ചോദ്യം കൊണ്ടാണ് അങ്ങനെ വന്നത് ഇടയ്ക്ക് വെച്ച്. ഇടയ്ക്ക് വെച്ച് പലപ്പോഴും ബ്രേക്ക് ഉണ്ടായിട്ടുണ്ട്. അത് ഞാൻ പറഞ്ഞത് 3 year എടുത്തുവെങ്കിലും 1.5 years, അതായത് ഏകദേശം 1.5 വർഷം മാത്രമേ ഞാൻ കൺസിസ്റ്റന്റ് ആയിട്ട് വന്ന് വർക്ക് ചെയ്തിട്ടുള്ളൂ. അതിനിങ്ങനെ കുറെ ഫാക്ടേഴ്സ് ഉണ്ട്. കാപ്പി പറയുന്നത് ഒരു 3 വർഷം നമുക്ക് സത്യം പറയാൻ ആവശ്യമില്ല. ഈ ഒരു 1 വർഷം കൊണ്ട് നമുക്ക് ക്ലിയർ ആക്കാൻ പറ്റും. കൺസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരാൾക്ക് 2 years ഇസ് മാക്സിമം. ഇപ്പൊ നമ്മുടെ കാര്യം എടുക്കുകയാണെങ്കിൽ എല്ലാവരും ഒരു 1 year 1.5 year ആണ് കൺസിസ്റ്റന്റ് ആയിട്ട് ഇരുന്നിട്ടുള്ളത്. പക്ഷെ നമ്മൾ പലരും പറയും ഒരു ദിവസം 10 മണിക്കൂർ പഠിക്കണം, 12 മണിക്കൂർ പഠിക്കണം, ഉറക്കമില്ലാതെ പഠിക്കണം. പക്ഷെ സത്യം പറയാൻ അതിനൊന്നും ആവശ്യമില്ലെന്നാ തോന്നുന്നു. കാരണം ഒരു ദിവസം നമ്മൾ 5 മണിക്കൂർ പഠിക്കുകയാണെങ്കിലും 5 മണിക്കൂർ എന്നും പഠിക്കണം. അവിടെ ആ ഡിഫറൻസും ഉണ്ടാകും. ഇപ്പൊ ഒരാളിപ്പം വീക്കിൽ ഒരു 12 മണിക്കൂർ അല്ലെങ്കിൽ ഒരു 13 മണിക്കൂറൊക്കെ ആഴ്ചയിൽ 3 ദിവസം അല്ലെങ്കിൽ 2 ദിവസം മാത്രം അങ്ങനെ ഹെവി ആയിട്ട് വർക്ക് ചെയ്യുന്ന വെച്ചു. ആ വർക്ക് ഒരാളിപ്പം ഡെയിലി പഠിക്കുന്ന ഒരാൾ ഒരു 3 hour കൊടുത്താൽ തന്നെ അത് ഓർക്കും ചെയ്യാൻ പറ്റും. നമ്മൾ എല്ലാ ദിവസവും ഓരോ സ്ഥലത്ത് കൊട്ടിക്കൊണ്ടിരുന്ന അത് പൊട്ടും എന്ന് പറയുന്ന പോലെ ചെറിയ ആക്ഷൻ കൊടുത്തിട്ട് വലിയൊരു ഇമ്പാക്ട് ഉണ്ടാക്കുക, ഒരു ഇമ്പൾസ് ഉണ്ടാക്കുക. അതിന് ഡോട്ട്സ് അക്കാഡമിക്കും നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് അല്ലേ? അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നതല്ല, നിങ്ങൾ ഏതൊരു ബാക്ക്ഗ്രൗണ്ടിൽ ഇവിടെ വന്നത്? ഞാൻ ഫിസിക്സ്. നീ തോന്നില്ലോ ഇംഗ്ലീഷ് ആണ്. അപ്പം പൂജ മിസ്സിന്റെ ക്ലാസ് ഒക്കെ ഭയങ്കര എളുപ്പമായിരിക്കുമല്ലോ. എനിക്ക് ഇംഗ്ലീഷ് ബാക്ക്ഗ്രൗണ്ട് വന്നതുകൊണ്ട് എനിക്ക് കുറച്ചും കൂടെ പെട്ടെന്ന് പിക്കപ്പ് ചെയ്യാൻ പറ്റി. എനിക്ക് കുറച്ച് വന്നപ്പോ തന്നെ എനിക്ക് കുറച്ച് മാർക്ക് ഉണ്ടായിരുന്നത് ഇംഗ്ലീഷിന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതൊന്നും കുറച്ചും കൂടെ ബെറ്റർ. ഈ സിനോണിംസ്, ആന്റോണിംസ്, ഇഡിയംസ് അതൊക്കെ ഒന്ന് ബെറ്റർ. അതൊക്കെയാണ് ഞാൻ കൂടുതലും ഫോക്കസ് ചെയ്ത് പഠിച്ചിട്ടുള്ളത്. ഗ്രാമർ ഒക്കെ പിന്നെ ഒന്ന് റിഫ്രഷ് ചെയ്ത് എടുക്കേണ്ട ആ ഒരു ഇത്. ഈ ഇംഗ്ലീഷ് ബാക്ക്ഗ്രൗണ്ട് ഉണ്ടെങ്കിലും ഗ്രാമർ നമ്മൾ അങ്ങനെ പ്രോപ്പർ ആയിട്ട് ലിറ്ററേച്ചറിൽ പഠിക്കുന്നില്ല. എല്ലാവരും പഠിക്കുന്ന പോലെ കോമൺ ആയിട്ടേ ഉള്ളൂ. അല്ല, ഗ്രാമർ നമുക്ക് അങ്ങനെ ഇല്ല. നമുക്ക് കൂടുതലും കിട്ടുന്ന വെച്ചാൽ നമുക്ക് കുറെ വായിക്കാനുണ്ട്. അപ്പൊ അതിൽ നിന്ന് നമുക്കൊരു സെന്റൻസ് സ്ട്രക്ചറും അതൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. സെന്റൻസ് പെട്ടെന്ന് കാണുമ്പോൾ എവിടാണ് എറർ എന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അതോ നമ്മൾ സെലക്ട് ചെയ്യുന്ന ചിലത് അങ്ങനെയും വന്നിട്ടുണ്ട്. പക്ഷെ എന്നാലും ചില കാര്യങ്ങൾ റൂൾസ് പഠിച്ച് തന്നെ ചെയ്യണം എന്നുള്ളതുണ്ട്. കൂടുതലും സിനോണിം ആന്റോണിം ഒക്കെ ചോദിക്കുമ്പോഴത്തേക്ക് നമുക്ക് ഓപ്ഷൻ എലിമിനേഷൻ, നമ്മളുടെ ഒരു ഇൻറ്റ്യൂഷൻ അങ്ങനെയൊക്കെ വെച്ചിട്ടാണ് ആ ഒരു ഇഡിയംസ് അതിനകത്തൊക്കെയാണ് നമ്മൾ കൂടുതൽ ഇൻറ്റ്യൂഷനും ഓപ്ഷൻ എലിമിനേഷനും ഒക്കെ ചെയ്യാറുള്ളത്. എറർ കറക്ഷനിലൊക്കെ നമ്മൾ പ്രോപ്പർ റൂൾസ് പഠിക്കുക എന്നുള്ളത് തന്നെയാണ്. ഈവൻ ഗട്ട് ഫീലിംഗ് വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ ആ ഗട്ട് ഫീലിംഗിൽ നമുക്ക് ആക്യുറസി വേണം. നമ്മൾ ഒബ്വിയസ്ലി പ്രാക്ടീസ് ചെയ്തിരിക്കണം. പ്രാക്ടീസ് ഇല്ലാതെ നമ്മൾ ഗട്ട് ഫീലിംഗും റൂളും കൊണ്ട് മാത്രം നമുക്ക് മാറ്റാം. കൺസെപ്റ്റ് നമ്മുടെ വേണം, തീർച്ചയായും റൂൾ പഠിക്കണം. പക്ഷെ റൂൾ പഠിച്ചത് കൊണ്ട് മാത്രം നമുക്ക് എറർ ഒക്കെ ശരിയാവണമെന്നില്ല. ഇംഗ്ലീഷിനൊക്കെ നമ്മൾ എത്ര സമയം എടുക്കണം? ഒരു മോക്ക് ഒക്കെ എഴുതുമ്പോൾ നമ്മൾ ഇംഗ്ലീഷിനൊക്കെ എത്ര സമയം എടുക്കാവൂ മാക്സിമം പോയാ? മാക്സിമം ഞാൻ ഒരു 5 minutes ആണ്. ഞാൻ CGL ടാർഗറ്റ് നോക്കുകയാണെങ്കിൽ മാക്സിമം ഒരു 5 minutesനുള്ളിൽ എങ്ങനെയെങ്കിലും തീർക്കാന്നുള്ളതാണ് ഞാൻ ചെയ്യാറുള്ളത്. കാര്യം എനിക്ക് മാത്സ് കുറച്ച് എൻ്റെ വീക്ക് ഏരിയ ആണ്. അപ്പൊ ഞാൻ ഈ സമയം കൊണ്ടുവന്ന് മാത്സിനകത്ത് സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ മാക്സിമം ഒരു 5 minutesൽ ഈ മാത്സ് ഏരിയ നല്ല വന്നതെന്നോട് ഞാൻ ഒരു ചോദ്യം ചോദിച്ചോട്ടെ. ഇപ്പൊ പണ്ടൊക്കെ നമ്മൾ അക്കാഡമിയിൽ വരുന്ന സമയത്ത് മാത്സ് നമുക്ക് ഒന്നും അറിയില്ലായിരിക്കും. അപ്പം സാറിന്റെ ക്ലാസ്സിലേക്ക് നമുക്ക് ഇരിക്കുമ്പോൾ സാർ എന്തോ ഈ ബാഹുബലി വന്ന് സംസാരിക്കുക അല്ലെങ്കിൽ കിൽക്കി ലാംഗ്വേജ് സംസാരിക്കുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യും. അപ്പൊ ആ ഒരു സമയത്ത് സാറിന്റെ ഒരു പറഞ്ഞ ഡയലോഗ് ഉണ്ട്, നിങ്ങൾ മാത്സ് ബാക്ക്ഗ്രൗണ്ടിൽ വന്ന് പക്ഷെ മാത്സ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരാത്തവരാണ് നിങ്ങൾ ഭയങ്കര ഭാഗ്യം ചെയ്തൊരു ആൾക്കാരാണ്. കാരണം നിങ്ങളാണ് ഏറ്റവും ലക്കി. കാരണം നിങ്ങളിപ്പോൾ ഒരു വൈറ്റ് പേപ്പറാണ്, നിങ്ങളിൽ ഒന്നും എഴുതിയിട്ടില്ല. നിങ്ങൾ ഈ പുതുതായിട്ട് എന്തെങ്കിലും എഴുതി പിടിപ്പിച്ചാൽ മതി. നേരത്തെ എഴുതിയവർക്ക് മാത്രമേ ഉള്ളൂ ഇത് വെട്ടി തിരിച്ച് റീറൈറ്റ്. അത് എത്രമാത്രം ശരിയാണ് സാറിന്റെ ഒരു സാധനം? എത്രമാത്രം ശരിയാണ്? ഫുൾ വെട്ടിത്തിരുത്തായിരുന്നു. ഞാൻ ശരിക്കും ഞാൻ PG കഴിഞ്ഞ് PG ഇംഗ്ലീഷ് കഴിഞ്ഞ് പിന്നെ 2 year ഒരു 1 or 2 year ഗ്യാപ്പ് എടുത്തിട്ടാണ് ഞാൻ കോച്ചിങ്ങിന് വരുന്നത്. അപ്പം +2 വിട്ടതായിരുന്നു മാത്സ്. അപ്പോൾ ഇതിന്റെ ഇടയിൽ വെച്ചൊരു 5 to 6 years ഗ്യാപ്പ് എനിക്ക് ഉണ്ടായിരുന്നു. അപ്പൊ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, എന്റെ ഫസ്റ്റ് ക്ലാസ് തന്നെ പ്രീതു മിസ്സിന്റെ അഡ്വാൻസ്ഡ് മാത്സ് ആയിരുന്നു.
അപ്പം വന്നിരുന്നപ്പോൾ തന്നെ ഞാൻ ഫസ്റ്റ് ക്ലാസ് തന്നെ ഇത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഇപ്പൊ പറയുമ്പോൾ കോമഡി ആയിട്ട് തോന്നുന്നുണ്ട്. അതെ, ഇപ്പൊ പറയുമ്പോൾ കോമഡി. ഞാൻ അന്നത്തെ ദിവസം വീട്ടിൽ ചെന്നിട്ട് ശരിക്കും ഭയങ്കര കരച്ചിലായിരുന്നു. കൊച്ചു പിള്ളേർ കരയുന്നതൊക്കെ എനിക്ക് പറ്റുന്നത്, എനിക്ക് മാത്സ് പഠിച്ചിട്ട് മനസ്സിലാവുന്നില്ല, ഞാനിത് നിർത്തുവാന്ന് പറഞ്ഞ് ശരിക്കും കരച്ചിലായിരുന്നു. പിന്നീട് ഫീസ് അടച്ചത് കൊണ്ട് മാത്രം ഒരു 2 മാസം വന്ന് നോക്കാം എന്ന് കരുതി. അതെ, നീ ഒന്ന് പോയി നോക്കാം. എന്തായാലും പെട്ട് നീ എന്തായാലും നനഞ്ഞു ഒന്ന് കുളിച്ച് കയറാൻ നോക്ക്, അതായിരിക്കും ഉദ്ദേശിച്ചത്. അതെ അതെ, അങ്ങനെ തന്നെ. ഒന്ന് എന്തായാലും ഫീസ് അടച്ചതല്ലേ, കുറച്ച് നാൾ പോയി നോക്കാം. പക്ഷെ ലക്കിലി എനിക്ക് കുറച്ച് നല്ല ഫ്രണ്ട്സിനെ കിട്ടി അവിടെ. നമ്മളെ കുറച്ച് മെന്റർ ചെയ്യാനാണെങ്കിലും നമ്മളെ തെറ്റ് പറഞ്ഞു തരാനാണെങ്കിലും, ഇപ്പൊ സാറാണെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ കൂടെ വന്നിരുന്ന് ഡൗട്ട്സ് ഒക്കെ ക്ലിയർ ചെയ്ത് തരാനാണെങ്കിലും അതുകൊണ്ട് മാത്രമാണ് ഞാൻ കണ്ടിന്യൂ ചെയ്തതും. ഇപ്പൊ ഇങ്ങനെ ഒരു എത്ര വട്ടം ചോദിച്ചാലും ഇത് മുന്നേ പറഞ്ഞു തന്നതല്ലേന്ന് ഒരു വാക്ക് സാർ പറയത്തേയില്ല. വീണ്ടും 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 എക്സ്പ്ലെയിൻ ചെയ്തു തരും. ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് അല്ലാത്തവർക്ക് വേണ്ടി, മാത്സ് ഗ്രൗണ്ട് വെച്ചാൽ ഇതൊരു ഇംഗ്ലീഷ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നൊക്കെ വരുന്നവർക്ക് വേണ്ടി സാറാണെങ്കിൽ ഒരു കാൽക്കുലേഷൻ ക്ലാസ് ആദ്യമേ അല്ലേ സാറിൻ്റെ ടോപ്പിക്സ് തുടങ്ങുന്നതിന് മുമ്പ് എബ്രാം സാർ ആദ്യം ചെയ്യുന്നത് ഒരു ബേസിക് കാൽക്കുലേഷൻ്റെ ഒരു 2 ക്ലാസ് നടത്തും. അപ്പം അതിൽ നിന്ന് വെച്ചാൽ നിങ്ങൾക്ക് ആ ഒരു പിന്നെ ടോപ്പിക്സിലേക്ക് കയറുമ്പോൾ ബുദ്ധിമുട്ട് വരാതിരിക്കാൻ വേണ്ടി ആ ഒരു ക്ലാസ് ഒക്കെ എത്രമാത്രം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്? എന്നെ സംബന്ധിച്ച് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. കാര്യം ഞാൻ എപ്പോഴും ക്ലാസ്സിൽ പറയുമ്പോൾ പിള്ളേരെ കളിയാക്കും. ശരിക്കും ബോർഡ് മാസ് വരെ മറന്നുപോയിട്ടാണ് ഞാൻ വന്നത്. അപ്പോൾ ഈ ബേസിക് ക്ലാസ് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. കാര്യം എല്ലാം ഒന്ന് പൊടിതട്ടി എടുക്കാനായിട്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫുൾ ടൈം ക്ലാസ്സിലോട്ട് ചേരുമ്പോഴത്തേക്ക് ഓരോ ടോപ്പിക് വൈസ് എടുക്കുമ്പം ബേസ് ഭയങ്കരമായിട്ട് നമുക്ക് നമ്മുടെ കയ്യിൽ നിന്ന് പോയതെല്ലാം ഒന്ന് പൊടിതട്ടി എടുത്ത് ഒന്നും കൂടെ ഒക്കെ വർക്ക് ചെയ്യാനായിട്ട് നന്നായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഈ സാറിനെ പറ്റി പറയുന്ന പോലെയാണ് നമ്മൾ മിസ് എന്ന് പറയുന്നത്, നമ്മൾ പൂജ മിസ് എന്ന് പറയുമ്പോൾ ആദ്യമൊക്കെ നമുക്ക് കാണുമ്പോൾ ഭയങ്കര പേടിക്കുന്ന ഒരു അപ്പിയറൻസ് അല്ലെങ്കിൽ പേടിക്കുന്ന ഒരു ആറ്റിറ്റ്യൂഡ്, നടന്നു വരുമ്പോൾ ദൈവമേ എന്ത് പണി കിട്ടും എന്നായിരിക്കും. പക്ഷെ പിന്നെ മുന്നോട്ട് വരുമ്പോൾ നമുക്ക് ആ ഒരു ആറ്റിറ്റ്യൂഡ് കംപ്ലീറ്റ്ലി ചേഞ്ച് ആയി, ഫ്രണ്ട്ലി ആറ്റിറ്റ്യൂഡ്. കാരണം മിസ്സിന്റെ ക്ലാസ്സിലൊക്കെ ഇരിക്കുമ്പോൾ നോട്ട് എഴുതുന്നതിനെക്കാട്ടി നമ്മൾ കൂടുതൽ എംപോസിഷൻ ആയിരിക്കും എഴുതിയിട്ടുള്ളത്. മിസ് തരുന്ന ഓപ്ഷൻസ് ഒക്കെ നമ്മൾ ഒരു ഇയർ തന്ന 1956, 57, 58, 58.5 ഇങ്ങനെയൊക്കെ ആയിരുന്നു മിസ് തരുന്നത്. അപ്പൊ ആ ഒരു സംഭവമൊക്കെ എത്രത്തോളം നല്ലതായിരുന്നു? നിങ്ങളുടെ പഠിത്തത്തിലേക്ക് എത്രത്തോളം എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്? മിസ്സിന്റെ ക്ലാസ്സുകളായാലും പൊളിറ്റി ആയാലും ഇംഗ്ലീഷ് ആയാലും. അതെ, മിസ്സിന്റെ ക്ലാസ് ഈ പറഞ്ഞ കണക്ക് ഇമ്പോസിഷൻസ് ആണ് കൂടുതൽ. നമ്മളൊരു ബ്രേക്ക് ആകുമ്പോൾ ക്ലാസ് ഫുൾ വരിയായിട്ട് പോയി നിൽക്കും ഇമ്പോസിഷൻ കൊടുക്കാൻ വേണ്ടിട്ട്. ഇമ്പോസിഷൻ എഴുതിയതൊന്നും ഇപ്പൊ ചോദിച്ചാൽ പോലും നമ്മൾ മറന്നിട്ടില്ല. അത് പക്ഷെ അതൊക്കെ ചോദിച്ചിട്ടുണ്ട്. സെയിം ഇമ്പോസിഷൻ എഴുതിയ ക്വസ്റ്റ്യൻസ് തന്നെ CGL കിട്ടിയ ചരിത്രമുണ്ട് അവിടെ പലർക്കും. അപ്പൊ അതൊക്കെ ഇങ്ങനെ ആണോ, അത് എക്സാമുകളിൽ ഇരിക്കുമ്പോൾ തന്നെ അത് ഓർക്കുമ്പോൾ ഇല്ല. അത് മിസ്സിന്റെ ക്ലാസ്സിന്റെ ഭയങ്കര പൊളിറ്റി പൊളിറ്റി ക്ലാസ് ഭയങ്കര ആർട്ടിക്കിൾസ് ഒക്കെ നമുക്ക് നമ്മളത് മറന്നു പോകേണ്ട ആവശ്യം മറക്കുന്നെന്ന് പുള്ളിക്കാരിക്ക് കറക്റ്റ്. അത് തന്നെ നമ്മളടുത്ത് ചോദിക്കുകയും ചെയ്യും, നമ്മൾ മറക്കുകയും ചെയ്യും. നമ്മളിപ്പോ ആർട്ടിക്കിളൊക്കെ നമ്മുടെ ഫോൺ നമ്പർ പോലെ നമുക്ക് മനസ്സിൽ ഇങ്ങനെ പറഞ്ഞു കിടക്കുക. അതെ. മിസ് സാധാരണ സാറിന് ക്വസ്റ്റ്യൻ തലേന്ന് പഠിപ്പിച്ചല്ല ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. മിസ് ആണെങ്കിൽ ആദ്യം എവിടെ നിന്നാണോ മിസ് പഠിപ്പിച്ചത്? മിസ് പാർലമെന്റിലാണ് തുടങ്ങുന്നത്. മിസ് ആ പാർലമെന്റ് തൊട്ടേ നമ്മളോട് ചോദിക്കത്തുള്ളൂ. അപ്പൊ മിസ്സിന് ഏകദേശം ധാരണ ഉണ്ടായിരിക്കും നമ്മൾ ഏത് ഭാഗം മറക്കാൻ സാധ്യതയുണ്ട്. മിസ് അതേ കണക്ക് ചോദിക്കുകയും ചെയ്യും. അതൊക്കെ എല്ലാവരും കൃത്യമായിട്ട് നമ്മളെ തെറ്റിക്കുന്നത് തന്നെ ഇതല്ലേന്ന് ചോദിക്കുകയും കൂടി ചെയ്യും. നമ്മൾ അതിനകത്തങ്ങ് വീഴും. മിസ്സിന്റെ ഒരു എംപോസിഷന് കണക്കുണ്ട്. 20 ടൈംസാ ചോദിക്കുന്ന ഒരെണ്ണം 20 ടൈംസ് വെച്ചാൽ മിസ് തരുന്നത്. അപ്പം പൊളിറ്റി മാത്രമല്ല, മിസ് നമ്മളല്ലാതെ ഡോട്ട്സിന്റെ GK ബുക്കിൽ നിന്ന് മിസ് ഓരോ ടോപ്പിക്ക് പഠിച്ചുകൊണ്ടിരാൻ പറയും, കൃത്യമായിട്ട് ചോദിക്കും. അതെ, അങ്ങനെ സ്ട്രാറ്റജിക്ക് അതിലൊക്കെ വഴി കുറെ ഹെൽപ്ഫുൾ ചെയ്തിട്ടുണ്ടോ? അതെ. മിസ് സ്റ്റാറ്റിക് GK ചോദിക്കുമ്പോഴേ നമുക്ക് അവിടെ നിന്ന് ഒരു നെടുവീർപ്പ് വരുന്നതാണ് ക്ലാസ്സിൽ. ഇത് ഏത് ചോദിക്കും, എവിടുന്ന് ചോദിക്കും, അത് ചോദിച്ചത് പറയാൻ പറ്റുമോ? അതുപോലെ ആക്ച്വലി നമ്മൾ മിസ്സിന്റെ ക്ലാസ്സിൽ നമ്മൾ പകുതി വയറ് നിറച്ച് കഴിച്ചിട്ട് വന്നത്, ബാക്കി മിസ് നിറച്ചോളൂ. ആ ഒരു ഇതാണ്. നമ്മൾ പഠിച്ചിട്ട് വന്നാൽ ഓക്കെ, ഇല്ലെങ്കിൽ തീർന്നു. ആ ഒരു ഇതാണ്. പക്ഷെ മിസ് സ്റ്റാറ്റിക് GK പഠിപ്പിക്കുമ്പോൾ തന്നെ മിസ് ഇപ്പൊ പോയിട്ടുള്ള എന്തെങ്കിലും മറ്റേ ആർട്സോ അങ്ങനെ ഇപ്പം പെയിന്റിങ്സ് അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ മിസ് പോയിട്ടുള്ളത് എക്സ്പീരിയൻസ് വെച്ച് പറയുമ്പോൾ ഹിസ്റ്ററിയും ജോഗ്രഫിയും സാറും പിന്നെ മിസ് ആണെങ്കിൽ എല്ലാവരും GK ടോപ്പിക്സ് ഒക്കെ പഠിപ്പിക്കുമ്പോൾ, കാരണം ഇവർ കുറെ ട്രാവൽ ചെയ്ത ആൾക്കാരായതുകൊണ്ട് സാറിനും അറിയാം. സാറിന് നമ്മളത് ഓർത്ത് വെച്ച് പലരും പറയാറുണ്ട് സാറ് ജോഗ്രഫി പഠിപ്പിക്കുമ്പോൾ ആ സ്ഥലത്ത് ചെന്നൊരു ഫീലാണ്. ചിലപ്പോ ചെറിയ ചെറിയ വഴികൾ സാറ് ഓർത്ത് പറയും. പല അക്കാഡമിയിലും പോലല്ല, പലയിടത്തും നമുക്ക് സാറിന്റെ ബുക്ക് മാത്രം വെച്ചങ്ങ് ജോഗ്രഫി
ഇത് പഠിപ്പിക്കും. സാറങ്ങല്ല, സാറ് എല്ലാവരും കൊണ്ടുവന്ന് എല്ലാ ടേബിളിലും മിനിമം ഒരു 3 അറ്റ്ലസ് വെച്ച് കൊണ്ട് വെച്ചിട്ടാണ് നമുക്ക് ജോഗ്രഫി പക്ഷെ പഠിപ്പിക്കുന്നത്. സാറിന്റെ അറ്റ്ലസ് കാണത്തില്ല, അതാണ് സാറിന്റെ ഒരു അറ്റ്ലസും കാണത്തില്ല. സാറ് ചുമ്മാ എവിടെ നോക്കി പറയുന്ന പോലും അറിയത്തില്ല. നമ്മളിരുന്ന് തപ്പൂല. നമ്മൾ തപ്പും. സാർ ബോഡി വരയ്ക്കത്തില്ലായിരുന്നു, നമുക്ക് അറ്റ്ലീസ്റ്റ് എന്നിട്ട് സാർ ബോഡി വരയ്ക്കും. സാറിപ്പോ ഒരു റിവർ പറയാം, റിവർ പറഞ്ഞിട്ട് ആ റിവർ ഇപ്പൊ ഇതിലേക്ക് കൂടെ പോകുന്നു എന്നുള്ള മൊത്തം സിറ്റിയുടെ മൊത്തം പേര് ഒറ്റ സ്ട്രെച്ചിൽ നിന്ന് കാണാം എന്ന് പറയുകയൊക്കെ ചെയ്യും. അതിശയമാണ്. കുറെ പരീക്ഷയ്ക്ക് കുറെ ഹെൽപ്പ് ചെയ്യും അല്ലേ? സാറിന്റെ ക്ലാസ്സൊക്കെ നമ്മൾ ഓർത്തിരിക്കും. നമ്മൾ പഠിച്ചില്ലെങ്കിലും പിന്നെ നമുക്ക് സാറ് പറഞ്ഞ രീതി, ആ രീതി, ഹിസ്റ്ററിക്ക് എക്സ്പ്ലെയിൻ ചെയ്യുന്ന രീതികളൊക്കെ, സാറിന്റെ കഥ കണക്ക് നമ്മൾ ഓർത്തിരിക്കും. അതൊക്കെ ഭയങ്കര ഹെൽപ്ഫുൾ. നമ്മൾ അല്ലാണ്ട് നമ്മൾ പഠിച്ച് ചിലപ്പോൾ നമ്മൾ മറന്നു പോകും. പക്ഷെ ഈ സാറ് കഥ സാർ അതിന്റെ കൂടെ കണക്ട് ചെയ്ത് പറയുന്ന കുറെ കാര്യങ്ങളുണ്ട്. അപ്പം ഇത് പഠിപ്പിച്ചപ്പോ സാർ ഇന്നത് പറഞ്ഞിരുന്നു നമ്മള് ഓർക്കാറുണ്ട്. അതുപോലെ അക്കാഡമി നമുക്ക് കുറെ ടെക്സ്റ്റുകൾ പ്രൊവൈഡ് ചെയ്യും. ആ ടെക്സ്റ്റുകൾ എത്രത്തോളം യൂസ്ഫുൾ, അങ്ങനെ സ്റ്റാക്കി ജി.കെ ആയാലും അല്ലാത്ത ജി.കെ കുറെ ടെക്സ്റ്റ് അക്കാഡമിയിലെ പൊളിറ്റി ആയാലും ബേസ് ഉണ്ടാക്കിയത് ആ ബുക്കാണല്ലേ. അത് നമ്മൾ ആദ്യമേ എല്ലാവരും അത് കവർ ചെയ്തതിന് ശേഷമാണ് പിന്നീട് നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ നെക്സ്റ്റ് എക്സാം ക്വസ്റ്റ്യൻസ് അക്കാഡമിയിലെ പ്രാക്ടീസ് ബുക്ക് എത്രത്തോളം നിങ്ങൾ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്? എല്ലാവരും ചെയ്യാൻ സാർ എപ്പോഴും പറയുന്നതല്ലേ? അത് ഈ പറഞ്ഞ കണക്ക് തന്നെ നമ്മൾ ബേസ് ഉണ്ടാക്കാൻ പ്രാക്ടീസ് ബുക്ക് തന്നെയായിരുന്നു കൂടുതലായിട്ടും വർക്ക് ചെയ്തിരുന്നത്. പിന്നെ അത് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷമാണ് ഞങ്ങൾ എല്ലാവരും പിന്നീട് വേറെ എക്സാംസിനെ പറ്റിയിട്ട് അതിന്റെ ക്വസ്റ്റ്യൻസ് ഓരോ എക്സാം ഇയർ കഴിയുമ്പോഴും പാറ്റേണിൽ കുറച്ച് വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു. അപ്പൊ അത് അഡാപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇത് കഴിഞ്ഞിട്ട് പുതിയത് ചെയ്യും. സാർ എപ്പോഴും പറയും, നിങ്ങൾ ജി.കെ പഠിക്കുമ്പോൾ എല്ലാ എക്യുപ്മെന്റ്സ് അല്ലെങ്കിൽ എല്ലാ ടെക്സ്റ്റ് ബുക്കും എടുത്ത് വെച്ച് വാരി വലിച്ച് പഠിക്കരുത്. നിങ്ങൾ ഫസ്റ്റ് ഒരു ഫ്രെയിം വർക്ക് ഉണ്ടാക്കുക. ഒരു ഫ്രെയിം വർക്ക് അങ്ങനെ വെച്ചാൽ ഒരു പുട്ട് ഉണ്ടാക്കുന്ന ഒരു സാധനം ഉണ്ടാക്കിയിട്ട് ലാസ്റ്റ് തേങ്ങ തീരെ ആഡ് ചെയ്ത് കൊടുക്കുക, കണ്ടൻസ് ആഡ് ചെയ്ത് കൊടുക്കുക. അത് എത്രത്തോളം ശരിയാണ്? നമ്മൾ അങ്ങനെ പക്ഷെ എല്ലാം വാരി വലിച്ച് പഠിക്കുന്നതാണോ ശരി, അതോ എക്സാം ഓറിയന്റഡ് ആയിട്ട് പഠിക്കുന്നതാണോ ശരി? എക്സാം ഓറിയന്റഡ് ആയിട്ട് പഠിക്കുന്നത് തന്നെയാണ്. ജി.കെ എല്ലാം കൂടെ കവർ ചെയ്തിട്ട് നമുക്ക് ഒരു കാര്യമില്ല. അത് നമുക്ക് എല്ലാവർക്കും കൂടെ ടൈം ഭയങ്കര കൺസ്യൂമിംഗ് ആണ് ജി.കെ. അതായത് ഇപ്പം നമ്മൾ കൊടുക്കുന്ന ഇപ്പൊ മാത്സിന് കൊടുക്കുന്ന അത്രയും ടൈം നമ്മൾ ജി.കെക്ക് കൊടുക്കരുത് ഒരിക്കലും. കൊടുത്താലും പഠിച്ച് തീരാൻ പറ്റത്തില്ല. പഠിച്ച് തീരത്തില്ല. അതിന് തന്നെ ചോദിക്കണമെന്ന് നമുക്ക് യാതൊരു വിധ ഉറപ്പില്ല. അപ്പോൾ നമ്മൾ ഇന്റലിജന്റ്ലി ആയിട്ട് ടൈം കൊടുക്കണം. അതായത് ഇപ്പോ എക്സാമിന് ഇപ്പൊ ചോദിക്കുന്ന മെയിൻ ഹോട്ട് ടോപ്പിക്സ് ഏതൊക്കെയാണ്, അപ്പൊ അതിനകത്ത് നിന്നുള്ള പോർഷൻസ് കവർ ചെയ്യുക. അങ്ങനെയാണ് നമ്മൾ ജി.കെ ടാക്കിൾ ചെയ്യുന്നത്. ഇമ്പോർട്ടന്റ് ഒരു കാര്യം ചോദിക്കാന്ന് വെച്ചാൽ, നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഈ കഴിഞ്ഞ 3 വർഷത്തിൽ എപ്പോഴും നിർത്തി പോകണമെന്ന് തോന്നിയിട്ടുണ്ടോ? മതി, എന്നെ കൊണ്ട് പറ്റൂല, ഇത് കുറെ ആയി, ഇത് കൊണ്ട് നടക്കൂല എന്ന് വെച്ച് നിർത്തി പോകണം എന്നൊരു തോന്നിയിട്ടുണ്ടോ എപ്പോഴെങ്കിലും? ജെനുവൻലി പറഞ്ഞാൽ അങ്ങനത്തെ ഒരു ഫീലിംഗ് വന്നിട്ടുണ്ട്. ഈ നമ്മൾ ഈ കുറച്ച് മാർക്കിന്റെ വ്യത്യാസത്തിലൊക്കെ പോകുന്ന ഒരു സമയമൊക്കെ വന്നിട്ടുണ്ട്. മോക്കിന് നമ്മൾ മാർക്ക് കുറയുന്ന സമയം, മോക്കിന് മാത്രമല്ല, നമ്മളിപ്പം എക്സാമിന്റെ കട്ട് ഓഫ് മാർക്ക് വരുമ്പോൾ കുറച്ച് വളരെ മൈന്യൂട്ട് മാർക്കിന് ഒരു ക്വസ്റ്റ്യനും കൂടെ ഒക്കെ ശരിയാക്കിയിരുന്നെങ്കിൽ അങ്ങനെയൊക്കെ ഉള്ള സാഹചര്യങ്ങൾ വരുമ്പോഴത്തേക്ക് നന്നായിട്ട് ഡെസ്പായിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇതിനിപ്പോ അടുത്തന്നെ എന്നെ കൊണ്ട് ഇതേപോലെ അടുത്തത് പറ്റുമോ ഇല്ലേ എന്നൊരു തോന്നല്. ഇപ്പം നിങ്ങൾ MTC കിട്ടിയിട്ട് ഒരു ഇതിലാണ് നിൽക്കുന്നത്, ഹാപ്പിനെസ്സിലാണ് നിൽക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇനി തുടർന്ന് ഇനി വരുന്ന എക്സാംസിൽ പ്രിപ്പയർ ചെയ്യുന്നുണ്ടോ, അതോ ഇതോടെ നിർത്തുകയാണോ, അതോ ഇനി അടുത്ത CGL നോക്കുന്നുണ്ടോ? തീർച്ചയായും CGL-ലോട്ട് നോക്കുന്നുണ്ട്. നമ്മുടെ എല്ലാവരുടെയും അൾട്ടിമേറ്റ് എയിം നമ്മള് ഏറ്റവും ഹൈ ആയിട്ട് എയിം വെക്കുക എന്ന് വെച്ചാൽ കുന്നോളം ആഗ്രഹിച്ചാലേ പിണ്ടോളം കിട്ടൂ എന്ന് പറയുന്ന പോലെ ഏറ്റവും ടോപ്പിൽ ആഗ്രഹിക്കുക. അപ്പൊ നിങ്ങൾ CGL വേണ്ടി പഠിച്ചുകൊണ്ടാണല്ലോ MTS ഇപ്പൊ കിട്ടിയത്. അപ്പൊ ഇനി മുന്നോട്ട് പോകും എന്നാണ് പറയുന്നത്. MTS ആണ് നമ്മുടെ അൾട്ടിമേറ്റ് എയിം, CGL ആണ് നമ്മുടെ അൾട്ടിമേറ്റ്. കിട്ടിയ ഒരു തുടക്കം പോലെ കണ്ടിട്ട് ഇനി അങ്ങോട്ട് മുന്നോട്ട് പോവുകയാണ്. ഒരു ബിഗിനിങ് മാത്രം, ഒരു ബിഗിനിങ് അത്. അപ്പൊ ഈ കഥ തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ സത്യം പറഞ്ഞാ. തീർച്ചയായും. അപ്പം എനിക്ക് പറയുള്ളൂ, ഇനി നിങ്ങളുടെ പിറകിൽ വരുന്ന ആസ്പിരൻസിനോട് നിങ്ങൾക്ക് എന്ത് മെസ്സേജ് ആണ് കൊടുക്കാനുള്ളത്? കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യുക. പിന്നെ ഈ തളർത്താൻ നമ്മളൊരു ഒരു വർഷം കഴിയുമ്പോൾ തന്നെ ചോദ്യങ്ങൾ വന്നു തുടങ്ങും. ജോലി ആയില്ല, ലിസ്റ്റിലൊന്നും ആയില്ല, അതൊന്നും കേട്ട് തളരാതിരിക്കുക. നമ്മൾ തന്നെ ഒരു കോൺഫിഡൻസ് കിട്ടും എന്നുള്ള വിശ്വസിക്കുക. നമുക്ക് കിട്ടുന്ന ഒരു കോൺഫിഡൻസ് ഉള്ളിൽ നിന്ന് തന്നെ ഉണ്ടാക്കി എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഈ അതൊന്നും നമ്മളെ ബാധിക്കത്തുമില്ല. കുറച്ചും കൂടെ നമുക്ക് തന്നെ ഒരു സെൽഫ് മോട്ടിവേറ്റഡ് ആയിട്ടിരുന്ന് പഠിക്കാൻ പറ്റും. അത് തന്നെയാണ് ബെസ്റ്റ് തിങ്. വന്ന ഉടൻ കിട്ടുമ്പോ ഉടനെ ക്ലിയർ ആവും എന്നുള്ള ആ ഒരു ഇംപ്രഷൻ വേണ്ട. ടൈം എടുക്കും. ടൈം എടുക്കും. പക്ഷെ ആ ടൈം നിങ്ങൾ പേഷ്യന്റ് ആയിട്ട് കൊടുക്കാൻ തയ്യാറായിരിക്കണം. ഷുവറായിട്ടും ക്ലിയർ. നിങ്ങൾ ഈ പോയ സമയം നിങ്ങൾക്ക് ഒരിക്കലും വേസ്റ്റ് ആയി തോന്നാറുണ്ടോ, അതോ യൂസ്ഫുൾ ആയിട്ടോ? കഴിഞ്ഞ 4 വർഷം എന്റെ ലൈഫിൽ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയ 4 വർഷമാണ് പോയത്, എന്റെ നല്ല വയസ്സുകളാണ്, അങ്ങനെ എപ്പോഴെങ്കിലും വിഷമം തോന്നിയിട്ടുണ്ടോ? അല്ല, ആദ്യത്തെ ഇനീഷ്യൽ ഫേസിൽ ടൈം ഇടയ്ക്ക് ബ്രേക്ക് എടുത്തതിനകത്തുള്ള റിഗ്രറ്റ് ഉണ്ട്. ബാക്കി അപ്പം ഇനി വരുന്ന എക്സാംസുകളും ക്ലിയർ ആക്കട്ടെ എന്നുകൊണ്ട് പറഞ്ഞുകൊണ്ട് നമ്മൾ നിർത്തുന്നു.